ഈ ഫോൾസ് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷിക്കപ്പെട്ടതാണെന്ന് അങ്ങ് ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥ. പക്ഷേ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ ചിലപ്പം അല്ലായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ ചിന്തിക്കുന്നത് പിന്നെ രക്ഷിക്കപ്പെട്ടതായിരിക്കും. ചിലപ്പോൾ ആളുകളോട് ചോദിച്ചാലും മോനെ രക്ഷിക്കപ്പെട്ടതാണോ? ആ ആ അതെന്താ? പിന്നെ ഞാൻ രക്ഷിക്കപ്പെട്ടതല്ലേ. പക്ഷെ എന്താണെന്ന് സ്പെസിഫിക് ആയിട്ട് ഇവന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം. ചിലപ്പോൾ രക്ഷിക്കപ്പെട്ടവർക്ക് തന്നെ അത് അറിയത്തില്ല. ചിലപ്പോൾ അവൻ രക്ഷിക്കപ്പെട്ടതായിരിക്കും, എന്നാലും അവൻ എന്തില്ല, അതിനെക്കുറിച്ച് ഒരു കൃത്യമായ ബോധ്യമില്ല. കാരണം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സമൂഹത്തിലും ഈ സമൂഹത്തിൽ മാത്രമല്ല എല്ലാ കാലയളവിലും ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. ഒരു തലമുറ മാറുമ്പോൾ ഈ അടുത്ത തലമുറ നമ്മുടെ കുഞ്ഞുങ്ങൾ, അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ ഇപ്പോഴേ ആലോചിച്ചെങ്കിലേ പറ്റുള്ളൂ. അല്ലാതെ കുഞ്ഞുങ്ങൾ വളർന്നു കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ ചിലപ്പോൾ ഈ പാരൻറ്റിങ്ങിനെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുമ്പം പലപ്പോഴും മാതാക്കൾ വന്നിട്ട് പറയും, എൻ്റെ പൊന്ന് സാജു സാറേ, ഈ സാധനം ഒരു 15 കൊല്ലം മുമ്പേ കേട്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു, ഇനിയിപ്പോൾ എന്തോ ചെയ്യുന്നത്. ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ആലോചിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വളർന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറയും, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ആ രീതിയിൽ വളർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു പരിപാടിയേ ഉള്ളൂ, പ്രാർത്ഥിക്കുക, കർത്താവ് എന്തെങ്കിലും ചെയ്യുക. കാര്യം എല്ലാവർക്കും അങ്ങനെയുള്ള ഒരു കൃത്യമായ വേദപുസ്തകപരമായി കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരാൻ കഴിയാത്ത ഒത്തിരി പേര് നമ്മുടെ സഭകളിൽ ഉണ്ട്. അപ്പോൾ അവിടെ പിന്നെ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ, കാര്യം നമ്മുടെ അബദ്ധങ്ങളെപ്പോലും സുബദ്ധമാക്കി തരുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ അവരെ പിന്നെയും വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമല്ലോ ഉണ്ടോ? ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അങ്ങനെ സംഭവിച്ചു പോയെങ്കിൽ, ഞാൻ ഇന്നൊരാളോട് സംസാരിച്ചപ്പോഴും പറഞ്ഞു കൗൺസിലിംഗ്, അപ്പം ഞാൻ പറഞ്ഞ് അപ്പം എന്തെങ്കിലും ഒരു പ്രൊഫഷനിലുള്ള ആൾ ചെയ്യുന്ന ജോലിക്കൊക്കെ ആ വ്യക്തിയെ സംബന്ധിച്ചോളം പുള്ളി പറയുന്നത്, എനിക്കങ്ങ് പേടിയാണ്, ഞാൻ ചെയ്യുന്നത് തെറ്റിപ്പോകുമോ, എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ, ഒരു കൈൻഡ് ഓഫ് സൈക്കിക് ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്യാട്രി പേഷ്യൻ്റ് ഒന്നും അല്ല ഞാൻ പറഞ്ഞു, എന്നാലും അങ്ങനൊരു ഭീതി അല്ലേ, ഇത് ശരിയാവുമോ? അപ്പം ഞാൻ പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് ശരിയായില്ലെന്നിരിക്കും, പക്ഷേ നമ്മൾ പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിനകത്തൊരു പാളിച്ച ഉണ്ടെങ്കിൽ പോലും കർത്താവ് എന്ത് ചെയ്തോളും, അത് ശരിയാക്കി തരും. ഞാൻ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു കാര്യമാണ് പറഞ്ഞത്. കാര്യം നമ്മൾ അങ്ങനെ പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ ചെയ്യുന്നത് ശരിയാകുമോ എന്നൊക്കെ പേടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ പ്രശ്നമേ ഉണ്ടാകത്തുള്ളൂ. അതിന് പകരം പേടിയല്ല ആവശ്യം, നമുക്ക് ആശ്രയമാണ് ആവശ്യം. എൻ്റെ ചിന്ത, ദൈവം എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മൾ ഓരോ സാഹചര്യത്തിൽ കടത്തിവിടുന്നതിൻ്റെ എല്ലാം കാരണം അടിസ്ഥാനപരമായി നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒത്തിരി ഡിസാസ്ട്രസ്സായിട്ട് നമുക്ക് തോന്നുന്ന, എന്നാൽ ദൈവം ഒരിക്കലും നമ്മളെ തള്ളിക്കളയാൻ വേണ്ടിയല്ല, നശിപ്പിച്ച് കളയാൻ വേണ്ടിയല്ല, നമ്മളെ വളർത്തിയെടുക്കാനായിട്ട് പ്രതിസന്ധികളിലൂടെ നമ്മളെ കടത്തിവിടാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ഇനി ഈ തലമുറകൾക്ക് പറ്റാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫോൾസ് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ. ട്രഡീഷണൽ ചർച്ചസിലെല്ലാം പറ്റിയിരിക്കുന്ന ഒരു പ്രശ്നം, വിശ്വാസ സമൂഹങ്ങളിൽ പോലും പറ്റിയിരിക്കുന്ന ഒരു പ്രശ്നം, കുഞ്ഞുങ്ങൾ യഥാർത്ഥത്തിൽ ദൈവവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ ഇല്ലാതെ വളർന്നു വരുന്നു. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നല്ല കുഞ്ഞുങ്ങളാ ഇല്ലെന്നല്ല, പക്ഷേ യേശുവുമായിട്ടുള്ള ശരിയായിട്ടുള്ള ഒരു എൻകൗണ്ടർ ഇല്ലാതെ, അവർ സഭയിൽ വരുന്നുണ്ട്, പാട്ട് പാടുന്നുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടില്ലെന്നല്ല, പക്ഷെ ആ ഒരു എൻകൗണ്ടർ ഇല്ലാതെ അവർ വളർന്നു വരും. ഇതിനകത്ത് ഏറ്റവും വലിയ ഡിസപ്ഷൻ, ഇവരൊക്കെ നല്ല പിള്ളേരുമായിരിക്കും. തല്ലിപ്പൊളി പിള്ളേരാണെങ്കിൽ നമ്മളൊന്നുമല്ലെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യും. പക്ഷേ ഇത് നമ്മളങ്ങ് ചിന്തിച്ചു പോകും, കാര്യം ഇവർ നല്ല പിള്ളേരാ. പക്ഷേ നല്ല പിള്ളേരായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, ഇല്ലേ? ഞാനൊരിക്കലും ഒരു യൂത്ത് ക്യാമ്പിന് ക്ലാസ് എടുത്തപ്പോഴത്തേക്ക് ബോൺ അഗെയിൻ എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. ഞാൻ 3 ദിവസത്തെ ക്ലാസ്സാണ്, 3 ദിവസം ഇതാണ്. അപ്പം ബോൺ അഗെയിൻ എക്സ്പീരിയൻസ്, ഞാൻ ഫസ്റ്റ് ഡേയിൽ ഞാൻ പറഞ്ഞു, ഞാനിവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് വീണ്ടും ജനനം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. 400 പിള്ളേരുണ്ട്, യങ് പിള്ളേരാണ്, ഇന്ത്യക്ക് പുറത്താണ്, ഗൾഫിലാണ്. ഫസ്റ്റ് ഡേയിലെ മീറ്റിംഗ് കഴിഞ്ഞപ്പം സംഘാടകൻ എൻ്റെ അടുത്ത് തോന്നി, ബ്രദർ എന്തിനാണ് ഈ ബോൺ അഗെയിൻ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ ഇവിടെ പഠിപ്പിക്കുന്നത്? കാര്യം ഇതൊക്കെ
അവിശ്വാസികളെടുത്ത് പഠിപ്പിക്കണമെന്നുള്ള ഒരു ചിന്തയിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അന്നേരം ഞാൻ ഇച്ചിരി ചെറുപ്പമായിരുന്നു, ഒരു 10-20 വർഷം മുമ്പാണ്. അപ്പോൾ ആ ചെറുപ്പത്തിൻ്റെ ഇതിനകത്ത് ഞാൻ പറഞ്ഞു, അത് നിങ്ങളുടെ പിള്ളേരൊന്നും വീണ്ടും ജനിച്ചല്ല, അതുകൊണ്ട് പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര ദേഷ്യമായിപ്പോയി. ഇന്നാണെങ്കിൽ ഞാൻ അത്രയും ഹാർഷായിട്ട് ചിലപ്പോൾ പറയത്തില്ല, പക്ഷേ അന്ന് കുറച്ചുകൂടെ ചെറുപ്പമായിരുന്നപ്പോൾ അങ്ങനെയൊക്കെ പറയും. പിന്നെ ഇദ്ദേഹം പറഞ്ഞു, ബ്രദറെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല പിള്ളേരാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല പിള്ളേരാണോ ഇല്ലയോ എന്നുള്ളതല്ല എൻ്റെ വിഷയം. നല്ല പിള്ളേർ വേറെ, വീണ്ടും ജനിക്കുന്നത് വേറെ. വീണ്ടും ജനന അനുഭവത്തെക്കുറിച്ചുള്ളൊരു ക്ലാസ് എടുക്കാൻ നമുക്കിന്ന് നേരമില്ല, അതില്ല. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നല്ല കുഞ്ഞുങ്ങൾ ചിലപ്പം ചിന്തിക്കും, നല്ല കുഞ്ഞുങ്ങളും ചിന്തിക്കും, അവരുടെ അമ്മമാരും അപ്പന്മാരും ചിന്തിക്കും ഇവർ രക്ഷിക്കപ്പെട്ടതാണെന്ന്. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നല്ലോ. മോശപ്പെട്ട പിള്ളേരാണെങ്കിൽ ഒന്നുമില്ല, അവനും ഒരു ചിന്തയുള്ളൂ, ഞാൻ ചിലപ്പോൾ നരകത്തിൽ പോകും നോക്ക്. പക്ഷേ ഈ നല്ല പിള്ളേർക്ക് അങ്ങനെ പോലും ഇല്ല. എ ഫോൾസ് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ. അതിന് ഒരു കാരണം, ഇപ്പം നമ്മൾ ഈ യഹൂദന്മാരുടെ കാര്യം തന്നെ ആലോചിച്ചാൽ, യഹൂദന്മാരിൽ നല്ലൊരു ശതമാനവും പ്രത്യേകിച്ച് പരീശന്മാരും ഒക്കെ ചിന്തിച്ചിരുന്നത് അവരെല്ലാം സ്വർഗത്തിൽ പോകുന്നതാണ്. അവർക്കൊരിക്കലും വിശ്വസിക്കാനോ ചിന്തിക്കാനോ പറ്റുന്നില്ല അവർ സ്വർഗത്തിൽ പോകത്തില്ല എന്ന്. കാരണം അവരുടെ ചിന്ത ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളല്ലേ എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൻ്റെ വിശ്വാസം പറഞ്ഞാൽ നമ്മളെ ഭാഷ പറഞ്ഞാൽ അബ്രഹാമിൻ്റെ വിശ്വാസം മതി, ബാക്കി എല്ലാവരും രക്ഷിക്കപ്പെടാനെന്നാണ് യഹൂദന്മാർ ചിന്തിച്ചത്. ഇഫ് യു ആർ എ സൺ ഓഫ് എബ്രഹാം യു ആർ സേവ്ഡ്. ഇന്നിപ്പം നമ്മൾ വന്ന് ചിലപ്പം അബ്രഹാമിൻ്റെ കാലം വരെ ഒന്നും പോകണ്ട, അപ്പനും അമ്മയും രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ അത് മതി എന്നുള്ള ഒരു ചിന്ത കുഞ്ഞുങ്ങൾക്ക് ചിലപ്പം ഉണ്ടാകും. പക്ഷേ അബ്രഹാമിൻ്റെ സന്തതി എന്നുള്ള അതൊരു പദവി, അത് തീർച്ചയായിട്ടും അതിനകത്ത് കാര്യമുണ്ട്. പൗലോസ് തന്നെ ചോദിക്കുന്നുണ്ട്, യഹൂദൻ എന്ത് വിശേഷത സകല വിധത്തിലും ഉണ്ട്. അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറയുന്നത് ശരിക്കും നല്ലൊരു കാര്യമാണ്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ പ്രത്യേകിച്ച് വീണ്ടും ജനിച്ച മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളായി ജനിക്കുക എന്ന് പറയുന്നത് തീർച്ചയായും വളരെ ഭാഗ്യകരമായ ഒരവസ്ഥയാണ്. കാര്യം അങ്ങനെ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ അറിയാനുള്ള ഒത്തിരി പോസിബിലിറ്റി അവർക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. അതൊരു ഭാഗ്യകരമായ അവസ്ഥയാണ്. അതിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുക. പക്ഷെ പ്രോബ്ലം ഇതാണ്, അങ്ങനെ ജനിച്ച മക്കൾ അത് അവരുടെ രക്ഷയ്ക്ക് നിദാനമായി ചിന്തിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പ്രോബ്ലം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവർ നല്ല കുഞ്ഞുങ്ങളായിരിക്കും. പരീശന്മാരൊക്കെ നല്ല കുഞ്ഞുങ്ങളല്ലേ. നമ്മൾ ഈ പരീശന്മാരെ എപ്പോഴും കുറ്റം പറയുമെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം, അവർ ഭയങ്കര പയസായിട്ട് ജീവിച്ച ആളുകളാണ്. ഈ പരീശൻ, നമ്മൾ കളിയാക്കി പറയുന്ന പരീശൻ പോലും പറയുന്നത് എന്താണ്? ഞാൻ നീതി കെട്ടവനോ പിടിച്ചുകൊടുക്കാരനോ വ്യഭിചാരിയോ ഞാൻ അങ്ങനെയൊന്നും അല്ല. പിന്നെ ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നെടുനിലൊക്കെയും പതാരം കൊടുക്കുന്നു. അതിനെ മോശം കാര്യമാണോ? നല്ല കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം. അപ്പോൾ യഹൂദന്മാരിൽ നല്ലൊരു ശതമാനവും നല്ല ആളുകളാണ്. ഈ പരീശന്മാരെ നമ്മൾ ഇത്രയും കുറ്റം പറഞ്ഞാലും പരീശന്മാരുടെ പശ്ചാത്തലം പഠിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ വലിയൊരു കോസിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാ. അതായത് ആൻറ്റിയോക്കസ് എപ്പിഫാനസ് സിറിയയുടെ രാജാവ് പലസ്തീൻ കീഴടക്കി കഴിഞ്ഞപ്പോൾ അതിനു മുമ്പ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ടോളമി രാജവംശമാണ്. അലക്സാണ്ടറിൻ്റെ 4 ജനറൽമാരിൽ ഒരാളായിരുന്നു ടോളമി. അലക്സാണ്ടർ മരിച്ചു കഴിഞ്ഞപ്പോൾ ടോളമിയുടെ കീഴിലായിരുന്നു പലസ്തീൻ. എന്നാൽ ടോളമീസിനെ പരാജയപ്പെടുത്തി സെലൂക്കസ് രാജവംശം പലസ്തീൻ പിടിച്ചടക്കി. ആ വംശത്തിൽപ്പെട്ട ആളാണ് ഈ ആൻറ്റിയോക്കസ് എപ്പിഫാനസ് എന്ന് പറയുന്നത്. ടോളമിയുടെ കീഴിൽ നല്ല റിലീജിയസ് ഫ്രീഡം അവർ അനുഭവിച്ചിരുന്നു. എന്നാൽ സെലൂക്കസ് രാജവംശത്തിൻ്റെ ഭരണം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പറയുന്നത് പോലെ പന്നിയെ യാഗം കഴിക്കുകയും അങ്ങനെയുള്ള അതായത് റിലീജിയസ് ഫ്രീഡം കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതെയായി തീർന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിനോട് എതിർത്ത് നിന്ന വേർപെട്ടവർ ഹസീദീം എന്ന് പറയുന്ന, നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ വേർപെട്ട കൂട്ടായ്മ, ഈ വേർപെട്ട കൂട്ടായ്മ അല്ലെങ്കിൽ വേർപെട്ട ജനങ്ങളിലെ
പ്രധാനപ്പെട്ട ആളുകളാണ് എസേന്യർ അങ്ങനെയുള്ളവരായിരുന്നു. പരീശന്മാരും അതുപോലെയുള്ള ഹസിദിം ഈ വേർപെട്ടവരായിരുന്നു. എസേന്യർ കുറച്ചുകൂടെ മൊണാസ്റ്റിക് സ്റ്റൈലില്ല, അതായത് അവർ യഹൂദ്യ മരുഭൂമിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഈ ചാവുകടൽ അവിടെ ആ മരുഭൂമിയിൽ പോയി, ഡെഡ് സീയുടെ സൈഡിലുള്ള അവിടെ പോയി താമസിച്ച് ഒരു മൊണാസ്ട്രി പോലെ അവർ വേദപുസ്തകം പകർത്തി എഴുതുകയും വ്യാഖ്യാനിക്കുകയും അങ്ങനെ ഒരു ജീവിതമായിരുന്നു. അപ്പം അവർ സമൂഹത്തിൽ നിന്ന് അങ്ങ് മാറി കാര്യം ഈ ആൻറ്റിയോക്കസ് എപ്പിഫാനസിൻ്റെ കീഴിൽ ഇവർക്ക് വാസ്തവത്തിൽ റിലീജിയസ് ഫ്രീഡം ഇല്ലാത്തത് കൊണ്ട് അവർ ഓടിപ്പോയി വിശ്വാസത്തിന് വേണ്ടി വീറോടെ നിന്നവരാണ് ഈ എസേന്യർ എന്ന് പറയുന്നത്. എന്നാൽ അതേപോലെ നിന്ന ആളുകളാണ് പരീശന്മാർ. അവർ വേർപെട്ടവരാണ്, അവർ ഓടിപ്പോയി പോലുമില്ല. അതായത് ഈ രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ അവർ ആത്മീയതയ്ക്ക് വേണ്ടി പോരാടിയവരാണ്. അത്രയ്ക്കും വേർപെട്ട പാരമ്പര്യം ആർക്കുണ്ട്? പരീശന്മാർക്ക് ഉണ്ട്. അവരന്ന് ഈ രാജ്യത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി നിരന്തരമായി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും അതേപോലെ ജീവിതത്തിൽ വിശുദ്ധി സൂക്ഷിക്കുകയും ഒക്കെ ചെയ്ത ആളുകളാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. ഒരു പരീശൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം അവനൊരു പരീശൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു വേറൊരു അർത്ഥമാണ്. പക്ഷേ യഹൂദന്മാരുടെ അല്ലെങ്കിൽ യേശുവിൻ്റെ കാലയളവിൽ പരീശന്മാർക്ക് അങ്ങനെ ഒരു ഇതല്ല, ഒരു അഭിമാനമായിട്ടാണ്. പൗലോസ് പറയുന്ന കാര്യമുള്ളത്, ഞാൻ പരീശനിൽ നിന്ന് ജനിച്ച പരീശൻ. അഭിമാനത്തോടാണ് പറയുന്നത്, അല്ലേ? അഭിമാനത്തോടെ. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടല്ലോ. പക്ഷേ അവർ അബ്രഹാമിൻ്റെ സന്തതിയാണെന്നും അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് ദൈവം അവരെ അക്സെപ്റ്റ് ചെയ്യുമെന്നും ചിന്തിച്ചു പോയവരാണ്. ഇതേപോലെ ചിലപ്പോൾ നമുക്കും നമ്മളുടെ പ്രവൃത്തി കൊണ്ടും പാരമ്പര്യം കൊണ്ടും നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെന്ന് ചിന്തിച്ചു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ പരീശന്മാർ അവർക്ക് ഈ പറയുന്ന ദൈവവുമായിട്ടുള്ള പേഴ്സണൽ എൻകൗണ്ടറൊക്കെ കുറവായിരുന്നു. ബാക്കിയെല്ലാം ഉണ്ട്, പാരമ്പര്യമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ പാരമ്പര്യത്തിൽ പെട്ടുപോയാൽ, അവരങ്ങനെ ചിന്തിച്ചു പോയാൽ, പിന്നെ ദൈവവുമായിട്ടുള്ളൊരു പേഴ്സണൽ എൻകൗണ്ടർ കൂടാതെ ഇവർ ചിലപ്പം ജീവിച്ചു പോകും. ആ ഒരു അപകടം ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ഇത് നമ്മളോട് പറയുന്നത്. അല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ മോശപ്പിള്ളാരൊന്നും ആയിട്ടൊന്നും അല്ല. നല്ല കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും നമ്മൾ വീണ്ടും ജനിച്ചെങ്കിലേ പറ്റുള്ളൂ. നല്ല ആളുകൾ എത്രയോ ഉണ്ട്. ചിലപ്പോൾ ആളുകൾ പറയും ഇതിനേക്കാളും നല്ല ആളുകൾ എത്രയോ മറ്റ് മതങ്ങളിലുണ്ട്. ഉണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ യേശുക്രിസ്തുവിലൂടെ വീണ്ടും ജനനം പ്രാപിച്ചില്ലെങ്കിൽ ഒരാൾക്ക് നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റുമോ? കുറച്ചൊക്കെ പറ്റും. പക്ഷേ എത്ര വളർന്നാലും ഈസ് ഗോയിങ് ടു ബി എ മാക്സിമം ബെസ്റ്റ് ഹ്യൂമൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ബെസ്റ്റ് ഹ്യൂമൻ ആകാനേ ഇവൾക്ക് പറ്റുള്ളൂ. പക്ഷേ വെൻ യു ആർ ബോൺ അഗെയിൻ, നമ്മൾ ബ്രീഡ് മാറുക, നമ്മൾ സ്പിരിച്വൽ ആവുകയാണ്. ആ ഹ്യൂമൻ ലെവലിൽ നിന്ന് സ്പിരിച്വാലിറ്റിയിലേക്ക്, ദൈവികതയിലേക്ക് നമ്മൾ ബ്രീഡ് മാറുകയാണ്. അല്ലാതെ നമ്മുടെ പ്രവൃത്തികളുടെ മാത്രം കാര്യമല്ല. ചിലപ്പം ഒരുമാതിരി നന്നായിട്ടൊക്കെ ജീവിക്കുന്ന അനേകർ എല്ലാ മതങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് മാത്രം അവർ ദൈവവുമായിട്ടുള്ള റിലേഷൻ ഉള്ളവരാണെന്ന് നിർബന്ധമില്ല. അവർ എത്ര വളർന്നാലും നല്ല മനുഷ്യരാകാൻ പറ്റുമായിരിക്കും. ബട്ട് ദ ബെസ്റ്റ് ഹ്യൂമൻ, ഈവൻ ദ ബെസ്റ്റ് ഹ്യൂമൻ ഈസ് നോട്ട് have entered into the spirit realm. ആത്മാവിൻ്റെ ലോകത്തിലേക്ക്, ആത്മീയതയുടെ ദൈവബന്ധിയായ ദൈവ കുടുംബത്തിലേക്ക് അവർ പ്രവേശിക്കുന്നില്ല. അതുകൊണ്ട് വീണ്ടും ജനനം എന്ന് പറയുന്നത് അനിവാര്യമായ ഒരു അവസ്ഥയാണ്. അത് ആർക്കൊക്കെ വേണം? നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വേണം. വീണ്ടും ജനനത്തെക്കുറിച്ച് ഞാൻ വേറെ പഠിപ്പിക്കാം, ഇന്ന് നമുക്ക് അതിനുള്ള സമയമില്ല. പക്ഷേ വീണ്ടും ജനനം ആവശ്യമാണെന്ന് അറിയാവുന്നവരായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വീണ്ടും ജനനാനുഭവം ഉണ്ടാകണം.
ഇല്ലെങ്കിലും അവർ പാട്ട് പാടും, ഇല്ലെങ്കിലും അവർ സാക്ഷി പറയും, ഇല്ലെങ്കിലും അവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യും. അവരുടെ മനസ്സിലും നമ്മുടെ മനസ്സിലും ചിന്തിച്ചു പോകും, എന്താ, ദേ ആർ ഗുഡ് ചിൽഡ്രൻ, ദേ ആർ ഗുഡ് ചിൽഡ്രൻ, നോ ഡൗട്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല കുഞ്ഞുങ്ങളാണ്. പക്ഷെ അവർക്ക് ദൈവവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ടോ? ആ എൻകൗണ്ടർ ഉണ്ടാകുമ്പോഴാണ് ദൈവം നമ്മുടെ ദൈവമാകുന്നത്. God becomes our God when we have an encounter and we surrender our life before God. ഇവരെല്ലാവരും പറയുന്നത് ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയാണെന്നാണ്. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, അപ്പൻ്റെ വിശ്വാസം മകനെ രക്ഷിക്കുമോ എന്ന് ചോദിച്ചു. ഇവർ പറയുന്നത് അബ്രഹാം ഞങ്ങൾക്ക് പിതാവായുണ്ട് എന്നുള്ളതാണല്ലോ ഇവരുടെ ഏറ്റവും വലിയ അവകാശവാദം. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ അതിൻ്റെ 33 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, അവർ അവനോട് ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല, നിങ്ങൾ സ്വതന്ത്രന്മാരാകുമെന്ന് നീ പറയുന്നത് എങ്ങനെയെന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇവർ ചോദിക്കുക, സ്വതന്ത്രരാക്കുമെന്നോ? എവിടുന്ന്? ഞങ്ങൾ അടിമകളാണ്. ഞങ്ങൾ അടിമകളൊന്നുമല്ല, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി, ഞങ്ങൾ ഇന്നുവരെ ആർക്കും അടിമയായിരുന്നിട്ടില്ല. ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പറയുമ്പോഴും ഇവർ റോമിൻ്റെ അടിമത്തത്തിലാണ്. ഒരുമാതിരി ബോധം വേണമല്ലോ. പക്ഷേ ഈ റിലീജിയൻ തലയ്ക്ക് വിളിച്ചാൽ പിന്നെ ബോധം പോലും കാണത്തില്ല, പിന്നെ വഴക്കുണ്ടാക്കാൻ അങ്ങ് നടക്കും, അല്ലേ? നമുക്കും അറിയാമല്ലോ, ഈ റിലീജിയൻ തലയ്ക്ക് വിളിച്ച ആളുകളോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ ഈ യുക്തിപരമായിട്ട് പോലും അല്ല പറയുന്നത്. ഞാൻ യുക്തി പറയുന്നതിനല്ല, യുക്തി പറയണമെന്നുമല്ല പറയുന്നത്, പിന്നെ എന്ത് പൊട്ടത്തരമാണെങ്കിലും അങ്ങ് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. അതൊരു വലിയ പ്രശ്നമാണ്. ഇവർ പറഞ്ഞു, നീ എന്താ ഈ മണ്ടത്തരം പറയുന്നത്, നീ ഞങ്ങളെ സ്വതന്ത്രരാക്കുമെന്നു. അല്ല, ഞങ്ങൾ സ്വതന്ത്രരാണല്ലോ, ഇല്ലേ? ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി, ഞങ്ങൾ ഇന്നുവരെ ആർക്കും ദാസന്മാരായി ഇരുന്നിട്ടില്ല. അവരെത്രയോ ആളുകൾക്ക് ദാസന്മാരായിരുന്നു. ഈ അബ്രഹാമിൻ്റെ സന്തതി ഫറവോൻ്റെ അടിമകളായിരുന്നു, ഈ അബ്രഹാമിൻ്റെ സന്തതി ബാബിലോണിലെ അടിമകളായിരുന്നു, സിറിയയുടെ അടിമകളായിരുന്നു. എത്ര പ്രാവശ്യം ഇപ്പോൾ റോമിൻ്റെ അടിമകളാണ്. ഓക്കെ, പക്ഷേ കർത്താവ് പറഞ്ഞു, ഞാൻ ആ പൊളിറ്റിക്കൽ കാര്യങ്ങളൊന്നും അല്ല നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ പാപത്തിൻ്റെ അടിമകളാണ്. റിലീജിയനും പൊളിറ്റിക്സും ഒന്നും അല്ല കർത്താവ് പറയുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പാപത്തിൻ്റെ അടിമകളാണ്, അതിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. ഓക്കെ, ആ ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, സമയത്തിൻ്റെ ഇതുകൊണ്ടാണ് ഞാൻ പറയാം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. ഇവരുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ അബ്രഹാമിൻ്റെ സന്തതി ആയതുകൊണ്ട് ഇനി യാതൊന്നും അവർക്ക് എക്സ്ട്രാ ചെയ്യാനില്ല എന്നവർ ചിന്തിച്ചു. നമ്മളും അതുപോലെ വീണ്ടും ജനിച്ചവൻ്റെ വീട്ടിൽ ജനിച്ചവനും നമ്മൾ പറയുമല്ലോ, വീണ്ടും ജനിച്ചവനാണ് സ്വർഗത്തിൽ പോകുന്നത്, അല്ലാതെ വീണ്ടും ജനിച്ചവൻ്റെ വീട്ടിൽ ജനിച്ചവനല്ല എന്ന് സ്വർഗത്തിൽ പോകണമെന്ന് ഇല്ല. വീണ്ടും ജനിച്ചവൻ്റെ വീട്ടിൽ ജനിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. പക്ഷേ അവനും കൂടെ എന്ത് ചെയ്യണം? വീണ്ടും ജനിക്കണം. ആ ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് ഉണ്ടാകണമെങ്കിൽ പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടായി, ഒരു സറണ്ടറൻസ് ഉണ്ടാകണം. അതില്ലാതെ ഉള്ള ഒരു പ്രശ്നമാണ്. ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറയുമ്പോൾ ഇവരുടെ മനസ്സിൽ കിടക്കുന്ന ഈ കാര്യത്തെ, ഇപ്പം മത്തായിയുടെ സുവിശേഷത്തിൽ യോഹന്നാൻ സ്നാപകൻ്റെ അടുത്ത് ഇവർ വരുമ്പോഴും പറയുന്ന കാര്യം ഇതൊക്കെ തന്നെയാണ്. 3-ാം അധ്യായത്തിൽ, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറയുന്നില്ല. പരീശന്മാർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവനോട് പറയുകയാണ്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങളെ ഉപദേശിച്ചു തന്നത് ആര്? അവർ പറഞ്ഞത് ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറഞ്ഞുകൊണ്ട് വന്നേക്കുക. അപ്പം യോഹന്നാൻ പറയുക, ചുമ്മാ അതോടെ മണത്തിൽ പറയാതെ, സർപ്പസന്തതികളെ. അത് ഭയങ്കര ധൈര്യം വേണം അങ്ങനെയൊക്കെ പറയാൻ. പക്ഷെ ചിലപ്പോൾ അങ്ങനത്തെ ഷോക്കൊക്കെ വേണ്ടി വരും. പരീശന്മാർ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊന്നും പോകുന്നവരല്ല. യോഹന്നാൻ പറഞ്ഞ്, നീ അബ്രഹാമിൻ്റെ സന്തതിയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്.
ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും. പാരമ്പര്യം പറഞ്ഞിട്ട് എന്തെടുക്കാനാണെന്നാ യോഹന്നാൻ ചോദിക്കുന്നത്. നീ നിന്റെ പാരമ്പര്യമൊക്കെ കൊണ്ട് കള. നിനക്ക് ദൈവവുമായിട്ടുള്ള എൻകൗണ്ടർ ഉണ്ടോ? ഏത് വീട്ടിൽ ജനിച്ചെന്നോ ആരുടെ മക്കളായിട്ട് ജനിച്ചെന്നോ ഇതൊക്കെ കള. അതൊക്കെ ദൈവം നിന്നോട് ചെയ്ത ഒരു ഉപകാരമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. പക്ഷെ കൃത്യമായിട്ട് ദൈവവുമായിട്ടുള്ളൊരു എൻകൗണ്ടർ ഉണ്ടായെങ്കിലേ പറ്റുള്ളൂ. ദൈവമായിട്ടുള്ളൊരു എൻകൗണ്ടർ. കാര്യം നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറയുന്നു, പക്ഷേ പ്രവൃത്തി സർപ്പത്തിൻ്റെയാണ്. അപ്പോൾ സർപ്പത്തിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ട് അബ്രഹാമിൻ്റെ സന്തതിയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, എന്നെക്കൊണ്ട് നിങ്ങളെ നന്നാക്കാൻ പറ്റുകയില്ല. കാരണം എന്താ? ഞാൻ ആകെപ്പാടെ ചെയ്യുന്നത് നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നേ ഉള്ളൂ. മാനസാന്തരത്തിനായിട്ട് നിങ്ങൾക്കൊരു വഴി ഞാനൊന്ന് തുറന്നു തരുന്നെന്നുള്ളതേ ഉള്ളൂ. നിങ്ങളെ മാറ്റാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. അതൊക്കെ നിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതാണ്, ഇല്ലേ? നിങ്ങൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്നില്ലെങ്കിൽ ഇതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. സ്നാനം കൊണ്ടും പ്രയോജനമില്ല. ചിലരുടെ ചിന്ത സ്നാനപ്പെട്ടാലെല്ലാം അങ്ങ് ശരിയാകുമെന്ന. ഞാൻ ഇന്ത്യയിലല്ല, പുറത്തൊരു സ്ഥലത്ത് ചെന്നപ്പം ഒരു അപ്പൻ എന്നോട് പറഞ്ഞു, സച്ചാ മോൻ സ്നാനപ്പെടാൻ തീരുമാനമെടുത്തു. ഞാൻ പറഞ്ഞു, വെരി ഗുഡ്. അവനോട് അച്ഛനൊന്ന് സംസാരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഇവിടെ അവനെ. അപ്പം ഞാൻ സംസാരിച്ചു. അപ്പം അവനോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു, ഓക്കെ മോനെ, യു ആർ ഗോയിങ് ടു ടേക്ക് ബാപ്റ്റിസം റൈറ്റ്? യെസ്. ഞാൻ ചോദിച്ചു, യു നോ വാട്ട് ഈസ് ഹാപ്പനിങ് അറ്റ് ദ ടൈം ഓഫ് ബാപ്റ്റിസം? യെസ്. വാട്ട്? പാസ്റ്റർ അങ്കിൾ വിൽ ഡിപ്പ് മീ ഇൻ ദ വാട്ടർ. അതാണ് അവൻ്റെ അറിവ്. പാസ്റ്റർ അങ്കിൾ വിൽ ഡിപ്പ് മീ ഇൻ ദി വാട്ടർ. ഞാൻ പറഞ്ഞു, then I will come out of the water. Then I can take Holy Communion. സ്നാനത്തിൻ്റെ തിരിച്ചറിവ് നോക്കണം. Then I can take Holy Communion. ഞാൻ പറഞ്ഞു, then what? I'm a member of the church. അപ്പം ഞാൻ റോമാലേഖനം 6-ാം അധ്യായം വെച്ച് ഇവനോട് സ്നാനത്തെക്കുറിച്ച് പറഞ്ഞു, മോനെ, ഇറ്റ് ഈസ് എ ഡെത്ത്. യു ആർ ഡൈയിങ് ടു യുവർ ഓൾഡ് സെൽഫ്. You cannot do anything that you are doing, because you are died with Jesus, you are buried with Jesus, you are risen with Jesus. So you can live only the life of Jesus. You are living with Jesus. You are bound with Jesus. You cannot go anywhere you are going yesterday, because you need to live in the newness of life with Jesus. Even another shouting, you say that I am going to lose all my fun. നടന്ന സംഭവം. എന്തോ ചെറുക്കനോട് പറയുന്നത്, അങ്ങനൊന്നും ഇല്ല മക്കളെ എന്നൊന്നും പറയാൻ എന്നെ കിട്ടത്തില്ല. ഞാൻ പറഞ്ഞു, യെസ്, ദാറ്റ്സ് വാട്ട് ഐ മെൻറ്റ്. യു ആർ ഗോയിങ് ടു ലൂസ് ഓൾ യുവർ ഫൺ, ബട്ട് യു വിൽ ഗെറ്റ് ജോയ്. യു ആർ ഗോയിങ് ടു ലൂസ് ഓൾ യുവർ ഫൺ, ബട്ട് യു ആർ ഗോയിങ് ടു ഗെറ്റ് ജോയ്. ഇന്നത്തെ പിള്ളേരുടെ ഒരു പ്രശ്നം, ഒരു ഫൺ ലവേഴ്സാണ്. പക്ഷേ ഇനി ഇതിൻ്റെ കുറവ് കൊണ്ട്, ഈ സ്നാനത്തിൻ്റെ കുറവ് കൊണ്ട് ഇനിയും പോകാതിരിക്കേണ്ട. ഇവരുടെയും കാര്യം ഇതാ. പരീശന്മാരുടെ വന്നപ്പോഴും പറയുന്നത്, വരുവാനുള്ള കോപത്തിൽ നിന്ന് സ്നാനത്തിന് പരീശന്മാർ വരുമ്പോൾ സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നത് ആര്? അപ്പോൾ ആരാണ്ടൊക്കെ ഉമ്മാരോട് പറഞ്ഞു, എടാ നമ്മളിതൊക്കെ പരീശന്മാരൊക്കെയാണ്, കാര്യമൊക്കെ ശരിയാ, എന്നാലും അയാൾ പ്രസംഗിക്കുന്നത് കേട്ട് ഒത്തിരി പേരൊക്കെ സ്നാനപ്പെടുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കുറവ് വേണമെന്നില്ല, എന്നാൽ പിന്നെ നീ കൂടെ അങ്ങ് മുങ്ങിയാൽ. അങ്ങനെ വന്ന പാർട്ടികളയവന്മാർ. ഇനി അതിൻ്റെ കുറവുകൂടെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ചിലർ എന്തിനാ സ്നാനപ്പെടുന്നത് ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇനി അതിൻ്റെ കുറവ് വേണ്ട. ഇനി അതിൻ്റെ കുറവ് വേണ്ട എന്ന് പറഞ്ഞ് സ്നാനപ്പെടുന്ന ആളുകളുണ്ട്. കാര്യം ഇനി അങ്ങോട്ട് ചെല്ലുമ്പം കർത്താവെങ്ങാണം നീ സ്നാനമേറ്റോ എന്ന് ചോദിച്ച് അങ്ങനെ വല്ലതും ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാമല്ലോ. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടല്ലോ പ്രിയമുള്ളവരെ. ഇത് കുഞ്ഞുങ്ങളുടെ കാര്യം മാത്രമൊന്നുമല്ല,
വലിയവരാണെങ്കിലും ആരാണെങ്കിലും ഇഷ്ടംപോലെ ആളുകൾ സ്നാനപ്പെടുന്നു. വടക്കേൻ്റെ ഞാൻ ഇതുപോലെ സ്നാനം ഒത്തിരി നടക്കുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു ചെറിയൊരു സംശയം. പലരോടും ചോദിച്ചിട്ട് അവർക്ക് ആർക്കും അറിയില്ല എന്താണ് ബാപ്റ്റിസം എന്ന്. ഗംഗാനദിയിൽ പോയി മുങ്ങുന്നതിൻ്റെ ഒരു പുതിയ വേർഷനായിട്ട് അവരിതിനെ കാണുന്ന പലരും. നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി ഞാനിവിടെ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെക്കാൾ ഉപരി നമ്മളെ അടുത്ത തലമുറയ്ക്ക് പറ്റാൻ സാധ്യതയുള്ള ഒരു വലിയൊരു പ്രോബ്ലമാണ് ഞാൻ പറയുന്നത്. പക്ഷേ അടുത്ത തലമുറയ്ക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളത് നമ്മൾ ഇപ്പോഴേ ശ്രദ്ധിച്ചെങ്കിലേ പറ്റുള്ളൂ. പോൾ വാഷർ പറഞ്ഞൊരു വാചകമുണ്ട്, ഫോൾസ് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ. ഫോൾസ് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ. ഈ ഫോൾസ് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷിക്കപ്പെട്ടതാണെന്ന് അങ്ങ് ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥ. പക്ഷേ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ ചിലപ്പം അല്ലായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ ചിന്തിക്കുന്നത് പിന്നെ രക്ഷിക്കപ്പെട്ടതായിരിക്കും. ചിലപ്പോൾ ആളുകളോട് ചോദിച്ചാലും മോനെ രക്ഷിക്കപ്പെട്ടതാണോ? അതെന്താ? പിന്നെ ഞാൻ രക്ഷിക്കപ്പെട്ടതല്ലേ. പക്ഷെ എന്താണെന്ന് സ്പെസിഫിക് ആയിട്ട് ഇവന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം. ചിലപ്പോൾ രക്ഷിക്കപ്പെട്ടവർക്ക് തന്നെ അത് അറിയത്തില്ല. ചിലപ്പോൾ അവൻ രക്ഷിക്കപ്പെട്ടതായിരിക്കും, എന്നാലും അവൻ എന്തില്ല, അതിനെക്കുറിച്ച് ഒരു കൃത്യമായ ബോധ്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ സമൂഹത്തിലും ഈ സമൂഹത്തിൽ മാത്രമല്ല എല്ലാ കാലയളവിലും ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. ഒരു തലമുറ മാറുമ്പോൾ ഈ അടുത്ത തലമുറ, നമ്മുടെ കുഞ്ഞുങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ നമ്മൾ ഇപ്പോഴേ ആലോചിച്ചെങ്കിലേ പറ്റുള്ളൂ. അല്ലാതെ കുഞ്ഞുങ്ങൾ വളർന്നു കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ ചിലപ്പോൾ ഈ പാരൻറ്റിങ്ങിനെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുമ്പം പലപ്പോഴും മാതാക്കൾ വന്നിട്ട് എന്നെ പറയും, എൻ്റെ പൊന്ന് സാജു സാറേ, ഈ സാധനം ഒരു 15 കൊല്ലം മുമ്പേ കേട്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു, ഇനിയിപ്പോൾ എന്തോ ചെയ്യുന്നത്. ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ആലോചിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വളർന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറയും, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ആ രീതിയിൽ വളർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു പരിപാടിയേ ഉള്ളൂ, പ്രാർത്ഥിക്കുക, കർത്താവ് എന്തെങ്കിലും ചെയ്യുക. കാര്യം എല്ലാവർക്കും അങ്ങനെയുള്ള ഒരു കൃത്യമായ വേദപുസ്തകപരമായി കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരാൻ കഴിയാത്ത ഒത്തിരി പേര് നമ്മുടെ സഭകളിൽ ഉണ്ട്. അപ്പോൾ അവിടെ പിന്നെ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ, കാര്യം നമ്മുടെ അബദ്ധങ്ങളെപ്പോലും സുബദ്ധമാക്കി തരുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ അവരെ പിന്നെയും വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമല്ലോ ഉണ്ടോ? ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അങ്ങനെ സംഭവിച്ചു പോയെങ്കിൽ, ഞാൻ ഇന്നൊരാളോട് സംസാരിച്ചപ്പോഴും പറഞ്ഞ് കൗൺസിലിംഗ്, അപ്പം ഞാൻ പറഞ്ഞ് അപ്പം എന്തെങ്കിലും ഒരു പ്രൊഫഷനിലുള്ള ആൾ ചെയ്യുന്ന ജോലിക്കൊക്കെ ആ വ്യക്തിയെ സംബന്ധിച്ചോളം പുള്ളി പറയുന്നത്, എനിക്കങ്ങ് പേടിയാണ്, ഞാൻ ചെയ്യുന്നത് തെറ്റിപ്പോകുമോ, എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ, ഒരു കൈൻഡ് ഓഫ് സൈക്കിക് ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്യാട്രി പേഷ്യൻ്റ് ഒന്നും അല്ല ഞാൻ പറഞ്ഞു, എന്നാലും അങ്ങനൊരു ഭീതി അല്ലേ, ഇത് ശരിയാവുമോ. അപ്പം ഞാൻ പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് ശരിയായില്ലെന്നിരിക്കും, പക്ഷേ നമ്മൾ പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിനകത്തൊരു പാളിച്ച ഉണ്ടെങ്കിൽ പോലും കർത്താവ് എന്ത് ചെയ്തോളും, അത് ശരിയാക്കി തരും. ഞാൻ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു കാര്യമാണ് പറഞ്ഞത്. കാര്യം നമ്മൾ അങ്ങനെ പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ ചെയ്യുന്നത് ശരിയാകുമോ എന്നൊക്കെ പേടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ പ്രശ്നമേ ഉണ്ടാകത്തുള്ളൂ. അതിന് പകരം പേടിയല്ല ആവശ്യം, നമുക്ക് ആശ്രയമാണ് ആവശ്യം. എൻ്റെ ചിന്ത, ദൈവം എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മൾ ഓരോ സാഹചര്യത്തിൽ കടത്തിവിടുന്നതിൻ്റെ എല്ലാം കാരണം അടിസ്ഥാനപരമായി നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒത്തിരി ഡിസാസ്ട്രസ്സായിട്ട് നമുക്ക് തോന്നുന്ന, എന്നാൽ ദൈവം ഒരിക്കലും നമ്മളെ തള്ളിക്കളയാൻ വേണ്ടിയല്ല, നശിപ്പിച്ച് കളയാൻ വേണ്ടിയല്ല, നമ്മളെ വളർത്തിയെടുക്കാനായിട്ട് പ്രതിസന്ധികളിലൂടെ നമ്മളെ കടത്തിവിടാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ഇനി ഈ തലമുറകൾക്ക് പറ്റാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫോൾസ് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ. ട്രഡീഷണൽ ചർച്ചസിലെല്ലാം പറ്റിയിരിക്കുന്ന ഒരു പ്രശ്നം, വിശ്വാസ സമൂഹങ്ങളിൽ പോലും പറ്റിയിരിക്കുന്ന ഒരു പ്രശ്നം, കുഞ്ഞുങ്ങൾ യഥാർത്ഥത്തിൽ ദൈവവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ ഇല്ലാതെ വളർന്നു വരുന്നു. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നല്ല കുഞ്ഞുങ്ങളാ ഇല്ലെന്നല്ല, പക്ഷേ യേശുവുമായിട്ടുള്ള ശരിയായിട്ടുള്ള ഒരു എൻകൗണ്ടർ ഇല്ലാതെ
അവർ സഭയിൽ വരുന്നുണ്ട്, പാട്ട് പാടുന്നുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ആ ഒരു എൻകൗണ്ടർ ഇല്ലാതെ അവർ വളർന്നു വരും. ഇതിനകത്ത് ഏറ്റവും വലിയ ഡിസപ്ഷൻ, ഇവരൊക്കെ നല്ല പിള്ളേരുമായിരിക്കും. തല്ലിപ്പൊളി പിള്ളേരാണെങ്കിൽ നമ്മളൊന്നുമല്ലെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യും. പക്ഷേ ഇത് നമ്മളങ്ങ് ചിന്തിച്ചു പോകും, കാര്യം ഇവർ നല്ല പിള്ളേരാ. പക്ഷേ നല്ല പിള്ളേരായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, ഇല്ലേ? ഞാനൊരിക്കലൊരു യൂത്ത് ക്യാമ്പിന് ക്ലാസ് എടുത്തപ്പോഴത്തേക്ക് ബോൺ അഗെയിൻ എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. ഞാൻ 3 ദിവസത്തെ ക്ലാസ്സാണ്, 3 ദിവസം ഇതാണ്. അപ്പം ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് ഞാൻ ഫസ്റ്റ് ഡേയിൽ ഞാൻ പറഞ്ഞു, ഞാനിവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് വീണ്ടും ജനനം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. 400 പിള്ളേരുണ്ട്, യങ് പിള്ളേരാണ്, ഇന്ത്യക്ക് പുറത്താണ്, ഗൾഫിലാണ്. ഫസ്റ്റ് ഡേയിലെ മീറ്റിംഗ് കഴിഞ്ഞപ്പം സംഘാടകൻ എൻ്റെ അടുത്ത് തോന്നി, ബ്രദർ എന്തിനാ ഈ ബോൺ അഗെയിൻ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ ഇവിടെ പഠിപ്പിക്കുന്നത്? കാര്യം ഇതൊക്കെ അവിശ്വാസികളെടുത്ത് പഠിപ്പിക്കണമെന്നുള്ള ഒരു ചിന്തയിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അന്നേരം ഞാൻ ഇച്ചിരിയുള്ള ചെറുപ്പമായിരുന്നു, ഒരു 10-20 വർഷം മുമ്പാണ്. അപ്പോൾ ആ ചെറുപ്പത്തിൻ്റെ ഇതിനകത്ത് ഞാൻ പറഞ്ഞു, അത് നിങ്ങളുടെ പിള്ളേരൊന്നും വീണ്ടും ജനിച്ചതല്ല, അതുകൊണ്ട് പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര ദേഷ്യമായിപ്പോയി. ഇന്നാണെങ്കിൽ ഞാൻ അത്രയും ഹാർഷായിട്ട് ചിലപ്പോൾ പറയത്തില്ല, പക്ഷേ അന്ന് കുറച്ചുകൂടെ ചെറുപ്പമായിരുന്നപ്പോൾ അങ്ങനെയൊക്കെ പറയും. പിന്നെ ഇദ്ദേഹം പറഞ്ഞു, ബ്രദറെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല പിള്ളേരാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല പിള്ളേരാണോ ഇല്ലയോ എന്നുള്ളതല്ല എൻ്റെ വിഷയം. നല്ല പിള്ളേർ വേറെ, വീണ്ടും ജനിക്കുന്നത് വേറെ. വീണ്ടും ജനനാനുഭവത്തെക്കുറിച്ചുള്ളൊരു ക്ലാസ് എടുക്കാൻ നമുക്കിന്ന് നേരമില്ല, അതില്ല. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നല്ല കുഞ്ഞുങ്ങൾ ചിലപ്പം ചിന്തിക്കും, നല്ല കുഞ്ഞുങ്ങളും ചിന്തിക്കും, അവരുടെ അമ്മമാരും അപ്പന്മാരും ചിന്തിക്കും ഇവർ രക്ഷിക്കപ്പെട്ടതാണെന്ന്. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നല്ലോ. മോശപ്പെട്ട പിള്ളേരാണെങ്കിൽ ഒന്നുമില്ല, അവനും ഒരു ചിന്തയുണ്ട്, ഞാൻ ചിലപ്പോൾ നരകത്തിൽ പോകും നോക്ക്. പക്ഷേ ഈ നല്ല പിള്ളേർക്ക് അങ്ങനെ പോലും ഇല്ല. എ ഫോൾസ് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ. അതിനൊരു കാരണം, ഇപ്പം നമ്മൾ ഈ യഹൂദന്മാരുടെ കാര്യം തന്നെ ആലോചിച്ചാൽ, യഹൂദന്മാരിൽ നല്ലൊരു ശതമാനവും പ്രത്യേകിച്ച് പരീശന്മാരും ഒക്കെ ചിന്തിച്ചിരുന്നത് അവരെല്ലാം സ്വർഗ്ഗത്തിൽ പോകുന്നതാണ്. അവർക്കൊരിക്കലും വിശ്വസിക്കാനോ ചിന്തിക്കാനോ പറ്റുന്നില്ല അവർ സ്വർഗ്ഗത്തിൽ പോകത്തില്ല എന്ന്. കാരണം അവരുടെ ചിന്ത, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളല്ലേ എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൻ്റെ വിശ്വാസം പറഞ്ഞാൽ നമ്മളെ ഭാഷ പറഞ്ഞാൽ അബ്രഹാമിൻ്റെ വിശ്വാസം മതി, ബാക്കി എല്ലാവരും രക്ഷിക്കപ്പെടാനെന്നാണ് യഹൂദന്മാർ ചിന്തിച്ചത്. ഇഫ് യു ആർ എ സൺ ഓഫ് എബ്രഹാം യു ആർ സേവ്ഡ്. ഇന്നിപ്പം നമ്മൾ വന്ന് ചിലപ്പം അബ്രഹാമിൻ്റെ കാലം വരെ ഒന്നും പോകണ്ട, അപ്പനും അമ്മയും രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ അത് മതി എന്നുള്ള ഒരു ചിന്ത കുഞ്ഞുങ്ങൾക്ക് ചിലപ്പം ഉണ്ടാകും. പക്ഷേ അബ്രഹാമിൻ്റെ സന്തതി എന്നുള്ള അതൊരു പദവി, അത് തീർച്ചയായിട്ടും അതിനകത്ത് കാര്യമുണ്ട്. പൗലോസ് തന്നെ ചോദിക്കുന്നുണ്ട്, യഹൂദൻ എന്ത് വിശേഷത സകല വിധത്തിലും ഉണ്ട്. അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറയുന്നത് ശരിക്കും നല്ലൊരു കാര്യമാണ്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ പ്രത്യേകിച്ച് വീണ്ടും ജനിച്ച മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളായി ജനിക്കുക എന്ന് പറയുന്നത് തീർച്ചയായും വളരെ ഭാഗ്യകരമായ ഒരവസ്ഥയാണ്. കാര്യം അങ്ങനെ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ അറിയാനുള്ള ഒത്തിരി പോസിബിലിറ്റി അവർക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. അതൊരു ഭാഗ്യകരമായ അവസ്ഥയാണ്. അതിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുക. പക്ഷെ പ്രോബ്ലം ഇതാണ്, അങ്ങനെ ജനിച്ച മക്കൾ അത് അവരുടെ രക്ഷയ്ക്ക് നിദാനമായി ചിന്തിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പ്രോബ്ലം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവർ നല്ല കുഞ്ഞുങ്ങളായിരിക്കും. പരീശന്മാരൊക്കെ നല്ല കുഞ്ഞുങ്ങളല്ലേ. നമ്മൾ ഈ പരീശന്മാരെ എപ്പോഴും കുറ്റം പറയുമെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം, അവർ ഭയങ്കര പയസ്സായിട്ട് ജീവിച്ച ആളുകളാണ്. ഈ പരീശൻ, നമ്മൾ കളിയാക്കി പറയുന്ന പരീശൻ പോലും പറയുന്നത് എന്താണ്? ഞാൻ നീതി കെട്ടവനോ പിടിച്ചുപൊളിക്കാരനോ വ്യഭിചാരിയോ ഞാൻ അങ്ങനെയൊന്നും അല്ല. പിന്നെ ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നെടുനിൽക്കുകയും പതാരം കൊടുക്കുന്നു. അതിനെ മോശം കാര്യമാണോ? നല്ല കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം. അപ്പോൾ യഹൂദന്മാരിൽ നല്ലൊരു ശതമാനവും നല്ല ആളുകളാണ്. ഈ പരീശന്മാരെ നമ്മൾ ഇത്രയും കുറ്റം പറഞ്ഞാലും പരീശന്മാരുടെ പശ്ചാത്തലം പഠിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ വലിയൊരു കോസിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാ. അതായത് ആൻറ്റിയോക്കസ് എപ്പിഫാനസ് സിറിയയുടെ രാജാവ് പലസ്തീൻ കീഴടക്കി കഴിഞ്ഞപ്പോൾ
അതിനു മുമ്പ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ടോളമി രാജവംശമാണ്. അലക്സാണ്ടറിൻ്റെ 4 ജനറൽമാരിൽ ഒരാളായിരുന്നു ടോളമി. അലക്സാണ്ടർ മരിച്ചു കഴിഞ്ഞപ്പോൾ ടോളമിയുടെ കീഴിലായിരുന്നു പലസ്തീൻ. എന്നാൽ ടോളമീസിനെ പരാജയപ്പെടുത്തി സെലൂക്കസ് രാജവംശം പലസ്തീൻ പിടിച്ചടക്കി. ആ വംശത്തിൽപ്പെട്ട ആളാണ് ഈ ആൻറ്റിയോക്കസ് എപ്പിഫാനസ് എന്ന് പറയുന്നത്. ടോളമിയുടെ കീഴിൽ നല്ല റിലീജിയസ് ഫ്രീഡം അവർ അനുഭവിച്ചിരുന്നു. എന്നാൽ സെലൂക്കസ് രാജവംശത്തിൻ്റെ ഭരണം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പറയുന്നത് പോലെ പന്നിയെ യാഗം കഴിക്കുകയും അങ്ങനെയുള്ള എല്ലാ, അതായത് റിലീജിയസ് ഫ്രീഡം കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതെയായി തീർന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിനോട് എതിർത്ത് നിന്ന വേർപെട്ടവർ ഹസീദീം എന്ന് പറയുന്ന, നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ വേർപെട്ട കൂട്ടായ്മ, ഈ വേർപെട്ട കൂട്ടായ്മ അല്ലെങ്കിൽ വേർപെട്ട ജനങ്ങളിലെ പ്രധാനപ്പെട്ട ആളുകളാണ് എസേന്യർ അങ്ങനെയുള്ളവരായിരുന്നു. പരീശന്മാരും അതുപോലെയുള്ള ഹസീദീം ഈ വേർപെട്ടവരായിരുന്നു. എസേന്യർ കുറച്ചുകൂടെ മൊണാസ്റ്റിക് സ്റ്റൈലില്ല, അതായത് അവർ യഹൂദ്യ മരുഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഈ ചാവുകടൽ അവിടെ ആ മരുഭൂമിയിൽ പോയി, ഡെഡ് സീയുടെ സൈഡിലുള്ള അവിടെ പോയി താമസിച്ച് ഒരു മൊണാസ്ട്രി പോലെ അവർ വേദപുസ്തകം പകർത്തി എഴുതുകയും വ്യാഖ്യാനിക്കുകയും അങ്ങനെ ഒരു ജീവിതമായിരുന്നു. അപ്പം അവർ സമൂഹത്തിൽ നിന്ന് അങ്ങ് മാറി കാര്യം ഈ ആൻറ്റിയോക്കസ് എപ്പിഫാനസിൻ്റെ കീഴിൽ ഇവർക്ക് വാസ്തവത്തിൽ റിലീജിയസ് ഫ്രീഡം ഇല്ലാത്തത് കൊണ്ട് അവർ ഓടിപ്പോയി വിശ്വാസത്തിന് വേണ്ടി വീറോടെ നിന്നവരാണ് ഈ എസേന്യർ എന്ന് പറയുന്നത്. എന്നാൽ അതേപോലെ നിന്ന ആളുകളാണ് പരീശന്മാർ. അവർ വേർപെട്ടവരാണ്. അവർ ഓടിപ്പോയി പോലുമില്ല. അതായത് ഈ രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ അവർ ആത്മീയതയ്ക്ക് വേണ്ടി പോരാടിയവരാണ്. അത്രയ്ക്കും വേർപെട്ട പാരമ്പര്യം ആർക്കുണ്ട്? പരീശന്മാർക്ക് ഉണ്ട്. അവരന്ന് ഈ രാജ്യത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി നിരന്തരമായി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും അതേപോലെ ജീവിതത്തിൽ വിശുദ്ധി സൂക്ഷിക്കുകയും ഒക്കെ ചെയ്ത ആളുകളാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. ഒരു പരീശൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം അവനൊരു പരീശൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു വേറൊരു അർത്ഥമാണ്. പക്ഷേ യഹൂദന്മാരുടെ അല്ലെങ്കിൽ യേശുവിൻ്റെ കാലയളവിൽ പരീശന്മാർക്ക് അങ്ങനെ ഒരു ഇതല്ല, ഒരു അഭിമാനമായിട്ടാണ്. പൗലോസ് പറയുന്ന കാര്യമുണ്ട്, ഞാൻ പരീശനിൽ നിന്ന് ജനിച്ച പരീശൻ. അഭിമാനത്തോടാണ് പറയുന്നത്, അല്ലേ? അഭിമാനത്തോടെ. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടല്ലോ. പക്ഷേ അവർ അബ്രഹാമിൻ്റെ സന്തതിയാണെന്നും അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് ദൈവം അവരെ അക്സെപ്റ്റ് ചെയ്യുമെന്നും ചിന്തിച്ചു പോയവരാണ്. ഇതേപോലെ ചിലപ്പോൾ നമുക്കും നമ്മളുടെ പ്രവൃത്തി കൊണ്ടും പാരമ്പര്യം കൊണ്ടും നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെന്ന് ചിന്തിച്ചു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ പരീശന്മാർ അവർക്ക് ഈ പറയുന്ന ദൈവവുമായിട്ടുള്ള പേഴ്സണൽ എൻകൗണ്ടറൊക്കെ കുറവായിരുന്നു. ബാക്കിയെല്ലാം ഉണ്ട്, പാരമ്പര്യമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ പാരമ്പര്യത്തിൽ പെട്ടുപോയാൽ, അവരങ്ങനെ ചിന്തിച്ചു പോയാൽ പിന്നെ ദൈവവുമായിട്ടുള്ളൊരു പേഴ്സണൽ എൻകൗണ്ടർ കൂടാതെ ഇവർ ചിലപ്പം ജീവിച്ചു പോകും. ആ ഒരു അപകടം ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ഇത് നമ്മളോട് പറയുന്നത്. അല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ മോശപ്പിള്ളാരൊന്നും ആയിട്ടൊന്നും അല്ല. നല്ല കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും നമ്മൾ വീണ്ടും ജനിച്ചെങ്കിലേ പറ്റുള്ളൂ. നല്ല ആളുകൾ എത്രയോ ഉണ്ട്. ചിലപ്പോൾ ആളുകൾ പറയും ഇതിനേക്കാളും നല്ല ആളുകൾ എത്രയോ മറ്റു മതങ്ങളിലുണ്ട്. ഉണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ യേശുക്രിസ്തുവിലൂടെ വീണ്ടും ജനനം പ്രാപിച്ചില്ലെങ്കിൽ ഒരാൾക്ക് നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റുമോ? കുറച്ചൊക്കെ പറ്റും. പക്ഷേ എത്ര വളർന്നാലും ഈസ് ഗോയിങ് ടു ബി എ മാക്സിമം ബെസ്റ്റ് ഹ്യൂമൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ബെസ്റ്റ് ഹ്യൂമൻ ആകാനേ ഇവർക്ക് പറ്റുള്ളൂ. പക്ഷേ വെൻ യു ആർ ബോൺ അഗെയിൻ നമ്മൾ ബ്രീഡ് മാറുക, നമ്മൾ സ്പിരിച്വൽ ആവുകയാണ്. ആ ഹ്യൂമൻ ലെവലിൽ നിന്ന് സ്പിരിച്വാലിറ്റിയിലേക്ക്, ദൈവികതയിലേക്ക് നമ്മൾ ബ്രീഡ് മാറുകയാണ്.
അല്ലാതെ നമ്മുടെ പ്രവൃത്തികളുടെ മാത്രം കാര്യമല്ല. ചിലപ്പം ഒരുമാതിരി നന്നായിട്ടൊക്കെ ജീവിക്കുന്ന അനേകരെല്ലാ മതങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് മാത്രം അവർ ദൈവവുമായിട്ടുള്ള റിലേഷനുള്ളവരാണെന്ന് നിർബന്ധമില്ല. അവർ എത്ര വളർന്നാലും നല്ല മനുഷ്യരാകാൻ പറ്റുമായിരിക്കും. ബട്ട് ദ ബെസ്റ്റ് ഹ്യൂമൻ, ഈവൻ ദ ബെസ്റ്റ് ഹ്യൂമൻ ഈസ് നോട്ട് have entered into the spirit realm. ആത്മാവിൻ്റെ ലോകത്തിലേക്ക്, ആത്മീയതയുടെ ദൈവബന്ധിയായ ദൈവ കുടുംബത്തിലേക്ക് അവർ പ്രവേശിക്കുന്നില്ല. അതുകൊണ്ട് വീണ്ടും ജനനം എന്ന് പറയുന്നത് അനിവാര്യമായ ഒരു അവസ്ഥയാണ്. അതാർക്കൊക്കെ വേണം? നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വേണം. വീണ്ടും ജനനത്തെക്കുറിച്ച് ഞാൻ വേറെ പഠിപ്പിക്കാം, ഇന്ന് നമുക്ക് അതിനുള്ള സമയമില്ല. പക്ഷേ വീണ്ടും ജനനം ആവശ്യമാണെന്ന് അറിയാവുന്നവരായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വീണ്ടും ജനനാനുഭവം ഉണ്ടാകണം. ഇല്ലെങ്കിലും അവർ പാട്ട് പാടും, ഇല്ലെങ്കിലും അവർ സാക്ഷി പറയും, ഇല്ലെങ്കിലും അവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യും. അവരുടെ മനസ്സിലും നമ്മുടെ മനസ്സിലും ചിന്തിച്ചു പോകും, എന്താ, ദേ ആർ ഗുഡ് ചിൽഡ്രൻ, ദേ ആർ ഗുഡ് ചിൽഡ്രൻ, നോ ഡൗട്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല കുഞ്ഞുങ്ങളാണ്. പക്ഷെ അവർക്ക് ദൈവവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ടോ? ആ എൻകൗണ്ടർ ഉണ്ടാകുമ്പോഴാണ് ദൈവം നമ്മുടെ ദൈവമാകുന്നത്. God becomes our God when we have an encounter and we surrender our life before God. ഇവരെല്ലാവരും പറയുന്നത് ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയാണെന്നാണ്. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, അപ്പൻ്റെ വിശ്വാസം മകനെ രക്ഷിക്കുമോ എന്ന് ചോദിച്ചു. ഇവർ പറയുന്നത് അബ്രഹാം ഞങ്ങൾക്ക് പിതാവായുണ്ട് എന്നുള്ളതാണല്ലോ ഇവരുടെ ഏറ്റവും വലിയ അവകാശവാദം. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ അതിൻ്റെ 33 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, അവർ അവനോട് ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല, നിങ്ങൾ സ്വതന്ത്രന്മാരാകുമെന്ന് നീ പറയുന്നത് എങ്ങനെയെന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇവർ ചോദിക്കുക, സ്വതന്ത്രരാക്കുമെന്നോ? എവിടുന്ന്? ഞങ്ങൾ അടിമകളാണ്. ഞങ്ങൾ അടിമകളൊന്നുമല്ല, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി, ഞങ്ങൾ ഇന്നുവരെ ആർക്കും അടിമയായിരുന്നിട്ടില്ല. ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പറയുമ്പോഴും ഇവർ റോമിൻ്റെ അടിമത്തത്തിലാണ്. ഒരുമാതിരി ബോധം വേണമല്ലോ. പക്ഷേ ഈ റിലീജിയൻ തലയ്ക്ക് വിളിച്ചാൽ പിന്നെ ബോധം പോലും കാണത്തില്ല, പിന്നെ വഴക്കുണ്ടാക്കാൻ അങ്ങ് നടക്കും, അല്ലേ? നമുക്കും അറിയാമല്ലോ, ഈ റിലീജിയൻ തലയ്ക്ക് വിളിച്ച ആളുകളോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ ഈ യുക്തിപരമായിട്ട് പോലും അല്ല പറയുന്നത്. ഞാൻ യുക്തി പറയുന്നതിനല്ല, യുക്തി പറയണമെന്നുമല്ല പറയുന്നത്, പിന്നെ എന്ത് പൊട്ടത്തരമാണെങ്കിലും അങ്ങ് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. അതൊരു വലിയ പ്രശ്നമാണ്. ഇവർ പറഞ്ഞു, നീ എന്താ ഈ മണ്ടത്തരം പറയുന്നത്, നീ ഞങ്ങളെ സ്വതന്ത്രരാക്കുമെന്നു? എടാ, ഞങ്ങൾ സ്വതന്ത്രരാണല്ലോ, ഇല്ലേ? ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി, ഞങ്ങൾ ഇന്നുവരെ ആർക്കും ദാസന്മാരായി ഇരുന്നിട്ടില്ല. അവരെത്രയോ ആളുകൾക്ക് ദാസന്മാരായിരുന്നു. ഈ അബ്രഹാമിൻ്റെ സന്തതി ഫറവോൻ്റെ അടിമകളായിരുന്നു, ഈ അബ്രഹാമിൻ്റെ സന്തതി ബാബിലോണിലെ അടിമകളായിരുന്നു, സിറിയയുടെ അടിമകളായിരുന്നു. എത്ര പ്രാവശ്യം ഇപ്പോൾ റോമിൻ്റെ അടിമകളാണ്. ഓക്കെ, പക്ഷേ കർത്താവ് പറഞ്ഞു, ഞാൻ ആ പൊളിറ്റിക്കൽ കാര്യങ്ങളൊന്നും അല്ല നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ പാപത്തിൻ്റെ അടിമകളാണ്. റിലീജിയനും പൊളിറ്റിക്സും ഒന്നും അല്ല കർത്താവ് പറയുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പാപത്തിൻ്റെ അടിമകളാണ്, അതിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. ഓക്കെ, ആ ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, സമയത്തിൻ്റെ ഇതുകൊണ്ടാണ് ഞാൻ പറയാം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. ഇവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ അബ്രഹാമിൻ്റെ സന്തതി ആയതുകൊണ്ട് ഇനി യാതൊന്നും അവർക്ക് എക്സ്ട്രാ ചെയ്യാനില്ല എന്നവർ ചിന്തിച്ചു. നമ്മളും അതുപോലെ വീണ്ടും ജനിച്ചവൻ്റെ വീട്ടിൽ ജനിച്ചവനും നമ്മൾ പറയുമല്ലോ, വീണ്ടും ജനിച്ചവനാണ് സ്വർഗത്തിൽ പോകുന്നത്, അല്ലാതെ വീണ്ടും ജനിച്ചവൻ്റെ വീട്ടിൽ ജനിച്ചവനല്ല അങ്ങ് സ്വർഗത്തിൽ പോകണമെന്ന് ഇല്ല. വീണ്ടും ജനിച്ചവൻ്റെ വീട്ടിൽ ജനിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. പക്ഷേ അവനും കൂടെ എന്ത് ചെയ്യണം? വീണ്ടും ജനിക്കണം. ആ ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് ഉണ്ടാകണമെങ്കിൽ പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടായി, ഒരു സറണ്ടറൻസ് ഉണ്ടാകണം. അതില്ലാതെ ഉള്ള ഒരു പ്രശ്നമാണ്. ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറയുമ്പോൾ
ഇവരുടെ മനസ്സിൽ കിടക്കുന്ന ഈ കാര്യത്തെ ഇപ്പം മത്തായിയുടെ സുവിശേഷത്തിൽ യോഹന്നാൻ സ്നാപകൻ്റെ അടുത്ത് ഇവർ വരുമ്പോഴും പറയുന്ന കാര്യം ഇതൊക്കെ തന്നെയാണ്. 3-ാം അധ്യായത്തിൽ, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറയുന്നില്ല. പരീശന്മാർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവനോട് പറയുകയാണ്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങളെ ഉപദേശിച്ചു തന്നത് ആര്? അവർ പറഞ്ഞത് ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറഞ്ഞുകൊണ്ട് വന്നേക്ക്. അപ്പം യോഹന്നാൻ പറയുക, ചുമ്മാ അതോടെ മണത്തിലും പറയാതെ, സർപ്പസന്തതികളെ. അത് ഭയങ്കര ധൈര്യം വേണം അങ്ങനെയൊക്കെ പറയാൻ. പക്ഷെ ചിലപ്പോൾ അങ്ങനത്തെ ഷോക്കൊക്കെ വേണ്ടി വരും. പരീശന്മാർ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊന്നും പോകുന്നവരല്ല. യോഹന്നാൻ പറഞ്ഞ്, നീ അബ്രഹാമിൻ്റെ സന്തതിയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും. പാരമ്പര്യം പറഞ്ഞിട്ട് എന്തെടുക്കാനാണെന്നാ യോഹന്നാൻ ചോദിക്കുന്നത്. നീ നിന്റെ പാരമ്പര്യമൊക്കെ കൊണ്ട് കള. നിനക്ക് ദൈവവുമായിട്ടുള്ള എൻകൗണ്ടർ ഉണ്ടോ? ഏത് വീട്ടിൽ ജനിച്ചെന്നോ ആരുടെ മക്കളായിട്ട് ജനിച്ചെന്നോ ഇതൊക്കെ കള. അതൊക്കെ ദൈവം നിന്നോട് ചെയ്ത ഒരു ഉപകാരമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. പക്ഷെ കൃത്യമായിട്ട് ദൈവവുമായിട്ടുള്ളൊരു എൻകൗണ്ടർ ഉണ്ടായെങ്കിലേ പറ്റുള്ളൂ. ദൈവവുമായിട്ടുള്ളൊരു എൻകൗണ്ടർ. കാര്യം, നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറയുന്നു, പക്ഷേ പ്രവൃത്തി സർപ്പത്തിൻ്റെയാണ്. അപ്പോൾ സർപ്പത്തിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ട് അബ്രഹാമിൻ്റെ സന്തതിയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, എന്നെക്കൊണ്ട് നിങ്ങളെ നന്നാക്കാൻ പറ്റുകയില്ല. കാരണം എന്താ? ഞാൻ ആകെപ്പാടെ ചെയ്യുന്നത് നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നേ ഉള്ളൂ. മാനസാന്തരത്തിനായിട്ട് നിങ്ങൾക്കൊരു വഴി ഞാനൊന്ന് തുറന്നു തരുന്നെന്നുള്ളതേ ഉള്ളൂ. നിങ്ങളെ മാറ്റാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. അതൊക്കെ നിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതാണ്, ഇല്ലേ? നിങ്ങൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്നില്ലെങ്കിൽ ഇതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. സ്നാനം കൊണ്ടും പ്രയോജനമില്ല. ചിലരുടെ ചിന്ത സ്നാനപ്പെട്ടാലെല്ലാം അങ്ങ് ശരിയാകുമെന്ന്. ഞാൻ ഇന്ത്യയിലല്ല, പുറത്തൊരു സ്ഥലത്ത് ചെന്നപ്പം ഒരു അപ്പൻ എന്നോട് പറഞ്ഞു, സച്ചാ, മോൻ സ്നാനപ്പെടാൻ തീരുമാനമെടുത്തു. ഞാൻ പറഞ്ഞു, വെരി ഗുഡ്. അവനോട് അച്ഛനൊന്ന് സംസാരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഇവിടെ അവനെ. അപ്പം ഞാൻ സംസാരിച്ചു. അപ്പം അവനോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു, ഓക്കെ മോനെ, യു ആർ ഗോയിങ് ടു ടേക്ക് ബാപ്റ്റിസം, റൈറ്റ്? യെസ്. അല്ല, ഞാൻ ചോദിച്ചു, യു നോ വാട്ട് ഈസ് ഹാപ്പനിങ് അറ്റ് ദ ടൈം ഓഫ് ബാപ്റ്റിസം? യെസ്. പറഞ്ഞു, വാട്ട്? പാസ്റ്റർ അങ്കിൾ വിൽ ഡിപ്പ് മീ ഇൻ ദ വാട്ടർ. അതാണ് അവൻ്റെ അറിവ്. പാസ്റ്റർ അങ്കിൾ വിൽ ഡിപ്പ് മീ ഇൻ ദി വാട്ടർ. ഞാൻ പറഞ്ഞു, then I will come out of the water. Then I can take Holy Communion. സ്നാനത്തിൻ്റെ തിരിച്ചറിവ് നോക്കണം. Then I can take Holy Communion. ഞാൻ പറഞ്ഞു, then what? I'm a member of the church. അപ്പം ഞാൻ റോമാലേഖനം 6-ാം അധ്യായം വെച്ച് ഇവനുള്ള സ്നാനത്തെക്കുറിച്ച് പറഞ്ഞു, മോനെ, ഇറ്റ് ഈസ് എ ഡെത്ത്. യു ആർ ഡൈയിങ് ടു യുവർ ഓൾഡ് സെൽഫ്. You cannot do anything that you are doing, because you are died with Jesus, you are buried with Jesus, you are risen with Jesus. So you can live only the life of Jesus. You are living with Jesus. You are bound with Jesus. You cannot go anywhere you are going yesterday, because you need to live in the newness of life with Jesus. Even another shouting, you say that I am going to lose all my fun. നടന്ന സംഭവം. എന്തോ ചെറുക്കനോട് പറയുന്നത്, അങ്ങനൊന്നും ഇല്ല മക്കളെ എന്നൊന്നും പറയാൻ എന്നെ കിട്ടത്തില്ല. ഞാൻ പറഞ്ഞു, യെസ്, ദാറ്റ്സ് വാട്ട് ഐ മെൻറ്റ്. യു ആർ ഗോയിങ് ടു ലൂസ് ഓൾ യുവർ ഫൺ, ബട്ട് യു വിൽ ഗെറ്റ് ജോയ്. യു ആർ ഗോയിങ് ടു ലൂസ് ഓൾ യുവർ ഫൺ, ബട്ട് യു ആർ ഗോയിങ് ടു ഗെറ്റ് ജോയ്. ഇന്നത്തെ പിള്ളേരുടെ ഒരു പ്രശ്നം, അവർ ഫൺ ലവേഴ്സാണ്. പക്ഷേ ഇനി ഇതിൻ്റെ കുറവ് കൊണ്ട്, ഈ സ്നാനത്തിൻ്റെ കുറവ് കൊണ്ട് ഇനിയും പോകാതിരിക്കേണ്ട.
ഇവരുടെയും കാര്യം ഇതാ. പരീശന്മാരുടെ വന്നപ്പോഴും പറയുന്നത് വരുവാനുള്ള കോപത്തിൽ നിന്ന് സ്നാനത്തിന് പരീശന്മാർ വരുമ്പോൾ സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നത് ആര്? അപ്പോൾ ആരാണ്ടൊക്കെ ഉമ്മാരോട് പറഞ്ഞു, എടാ നമ്മളിതൊക്കെ പരീശന്മാരൊക്കെയാണ്, കാര്യമൊക്കെ ശരിയാ, എന്നാലും അയാൾ പ്രസംഗിക്കുന്നത് കേട്ട് ഒത്തിരി പേരൊക്കെ സ്നാനപ്പെടുന്നുണ്ട്, ഇനി അതിൻ്റെ കുറവ് വേണമെന്നില്ല, എന്നാൽ പിന്നെ നീ ഇവിടെ അങ്ങ് മുങ്ങിയാൽ. അങ്ങനെ വന്ന പാർട്ടികളായവന്മാർ. ഇനി അതിൻ്റെ കുറവുകൂടെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ. എന്തിനാ സ്നാനപ്പെടുന്ന ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇനി അതിൻ്റെ കുറവ് വേണ്ട. ഇനി അതിൻ്റെ കുറവ് വേണ്ട എന്ന് പറഞ്ഞ് സ്നാനപ്പെടുന്ന ആളുകളുണ്ട്. കാര്യം ഇനി അങ്ങോട്ട് ചെല്ലുമ്പം കർത്താവെങ്ങാനും നീ സ്നാനമേറ്റോ എന്ന് ചോദിച്ച് അങ്ങനെ വല്ലതും ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാമല്ലോ. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടല്ലോ പ്രിയമുള്ളവരെ. ഇത് കുഞ്ഞുങ്ങളുടെ കാര്യം മാത്രമൊന്നുമല്ല, വലിയവരാണെങ്കിലും ആരാണെങ്കിലും ഇഷ്ടംപോലെ ആളുകൾ സ്നാനപ്പെടുന്നു. വടക്കേൻ്റെ ഞാൻ ഇതുപോലെ സ്നാനം ഒത്തിരി നടക്കുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു ചെറിയൊരു സംശയം. പലരോടും ചോദിച്ചിട്ട് അവർക്ക് ആർക്കും അറിയില്ല എന്താണ് ബാപ്റ്റിസം എന്ന്. ഗംഗാനദിയിൽ പോയി മുങ്ങുന്നതിൻ്റെ ഒരു പുതിയ വേർഷനായിട്ട് അവരിതിനെ കാണുന്ന പലരും. പോകാതിരിക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഫോൾസ് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ അത് നമുക്കുണ്ടാകരുത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകരുത്. അവർക്ക് ദൈവവുമായിട്ടുള്ളൊരു എൻകൗണ്ടർ വളരെ അത്യാവശ്യമാണ്. അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ കൃത്യമായിട്ട് യോഹന്നാൻ സ്നാപകൻ പറയുന്ന ഇതാണ്, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിൻ്റെ സന്തതികൾ ഉണ്ടാക്കുവാൻ കർത്താവിന് കഴിയും. എന്നിട്ട് അവിടെ പറയുന്നത്, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. അപ്പം ന്യായവിധി ഉണ്ട്. ഇപ്പം ന്യായവിധി ഇല്ലെന്നൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലേ? ന്യായവിധി ഇല്ലെന്നും അങ്ങനെയൊന്നുമല്ല, സ്നാനമേറ്റാൽ മതിയെന്നും ഒക്കെ ചിന്തിക്കുന്നവരുണ്ട്. നോ, സ്നാനമേൽക്കുന്നത് യോഹന്നാൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി സ്നാനമേൽപ്പിക്കുന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ദേഹത്ത് വെള്ളം വീണത് കൊണ്ട് മാത്രം അങ്ങ് പോകണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. ഒരു പുതിയ ജീവിതത്തിന് യേശുവും ഒരുമിച്ചുള്ള, അതാണല്ലോ നമ്മൾ റോമാലേഖനത്തിൽ കാണുന്ന 4-ാം അധ്യായത്തിൽ, അവൻ്റെ കൂടെ മരിച്ചു, അവനോടുകൂടെ അടക്കപ്പെട്ടു, അവനോടുകൂടെ ഉയിർത്തെഴുന്നേറ്റു, അവനോടുകൂടെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനാണ്. അങ്ങനെ നടക്കുന്നില്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് പൊങ്ങി പിന്നെ തിരുവത്താഴം തിന്നാമെന്നുള്ള ആഗ്രഹത്തിൽ മാത്രം പോയി മുങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു യേശുവിനോടൊപ്പമുള്ള ഒരു പുതിയ ജീവിതത്തിനായി, അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിൻ്റെ പ്രദർശനമാണ് സ്നാനം. അങ്ങനെ ജീവിക്കുന്നില്ലെങ്കിൽ ഈ മുങ്ങിയതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല. ആ ജീവിതം അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അനുസരണം അനിവാര്യമാണ്. രക്ഷിക്കപ്പെടാൻ അനുസരണം അനിവാര്യമല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്, വിശ്വസിച്ചാൽ മതിയെന്ന്. എന്നോട് പറഞ്ഞ ആളോട് ഞാൻ പറഞ്ഞു, അനുസരണമില്ലാത്ത വിശ്വാസത്തിൽ എനിക്ക് വിശ്വാസമില്ല. അനുസരണമില്ലാത്ത വിശ്വാസത്തിൽ എനിക്ക് വിശ്വാസമില്ല. അനുസരിക്കാൻ കർത്താവ് ശക്തി തരും, നമ്മുടെ കഴിവൊന്നുമല്ല. അതൊക്കെയാണ് അവർ പറയുന്നത്. നമ്മളെ കൊണ്ട് അനുസരിക്കാൻ പറ്റുമോ? ഇതൊക്കെയാണല്ലോ ചോദ്യം. അപ്പോൾ നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ കർത്താവ് എന്തോ ചെയ്യും? കർത്താവ് എന്നാ നമ്മളെ അങ്ങ് തള്ളിക്കളയുമോ? അല്ല, ഞാനിങ്ങനത്തെ ചോദ്യമൊന്നും ചോദിക്കാനേ പോകുന്നില്ല. തെരുവിൽ നടക്കുന്ന ഒരു ചെറുക്കൻ, ഞാൻ ഒരു ഉദാഹരണം പറയുക, അവൻ 10-15 വയസ്സുള്ള ചെറുക്കനെ മറ്റൊരു ചെറുക്കനെ കുത്തിക്കൊന്നു. ഒരു സ്റ്റോറി. അവനെ കോടതി ശിക്ഷ വിധിച്ചു, പക്ഷേ പ്രായപൂർത്തിയായിട്ടില്ല. ജുവനൈൽ ഹോമിൽ അവനെ ആക്കി. ഈ മരിച്ച ചെറുക്കൻ്റെ അപ്പന് കരുണ തോന്നിയിട്ട് മകൻ്റെ ഘാതകനായ ഈ പയ്യനെ അഡോപ്റ്റ് ചെയ്തു. അവനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അവനെ മകനാക്കി വളർത്തി ജയിലിൽ നിന്ന്.
ഇവൻ എപ്പോഴെങ്കിലും ചോദിക്കുമോ? ഡാഡി എന്നൊക്കെ ഇപ്പോൾ വിളിക്കുന്നത്, ഡാഡി ഇനി ഞാൻ ആരെയെങ്കിലും കൊന്നാലും കുഴപ്പമില്ലായിരിക്കുമല്ലേ? ഏതാണെങ്കിലും നിൻ്റെ കരുണ കൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഇനി ഞാൻ കൊല്ലുന്നോ ചാകും എന്തെങ്കിലും ചെയ്യുന്നു അതൊന്നും വിഷയമല്ലല്ലോ. കാര്യം ഇതെല്ലാം ഉണ്ടായിട്ട് നീ എന്നെ എന്ത് ചെയ്തു? നിൻ്റെ കരുണ കൊണ്ടല്ലേ രക്ഷിച്ചത്, നിൻ്റെ കൃപയല്ലേ. അപ്പം പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഒരുത്തിനെ കൂടെ കൊന്നാലും എന്നുമല്ല അവൻ വന്ന് ചോദിക്കുമോ? അവൻ ചോദിക്കത്തില്ല. അവനിനി മേലാൽ ഇത് ചെയ്യത്തുമില്ല. ആ അപ്പൻ്റെ സ്നേഹം അവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവൻ കൊച്ചുകുഞ്ഞേശൊക്കെ പാടിയപ്പോൾ പാപത്തെ സ്നേഹിക്കാൻ ഞാനിനി പോകില്ല. ഞാൻ പോകുമോ? ഇല്ല, ഞാൻ പോകില്ല. ലൈഫിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് വീണ്ടും ജനനത്തിൽ ആ അഡോപ്ഷനിൽ ഉള്ളടങ്ങിയിരിക്കുന്നതാണ്. അതില്ലാതെ അവനൊരിക്കലും അപ്പൻ്റെ ഭവനത്തിൽ എന്നും കൊന്നേച്ച് വന്നു കഴിഞ്ഞാൽ അപ്പൻ എന്ത് ചെയ്യും? അങ്ങനെ കൊല്ലാൻ പറ്റുമോ? അല്ലെങ്കിൽ അങ്ങനെ വീണ്ടും അതിനെക്കുറിച്ച് ചെയ്യണോ? എന്തൊരു ചിന്തയാണ്! അങ്ങനെയൊക്കെ എന്തിനാ ആലോചിക്കുന്നത്? അങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ രക്ഷ ഭദ്രമാണോ? ആണെങ്കിൽ എന്തോ ചെയ്യാനാ? ആണെങ്കിൽ എന്നാൽ പിന്നെ അങ്ങ് ചെയ്തേക്കാമെന്നാണോ? അല്ല, ഞാൻ ചോദിക്കുന്ന പോലും ഇല്ല ദൈവത്തോട് എൻ്റെ രക്ഷ ഭദ്രമാണോ ഇല്ലയോന്നൊന്നും. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. എനിക്കത് വിഷയമല്ലേ. ഇനി രക്ഷ ഭദ്രമാണെന്ന് കർത്താവ് എന്നോടങ്ങ് പറഞ്ഞാലും ഞാൻ നാളെ ഒന്നും കാണിക്കത്തില്ല. കാര്യം അവനോടുള്ള സ്നേഹം, യേശുവിനോടുള്ള സ്നേഹം എന്നെ ഇനി ഒരു പാപത്തിലേക്കും കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കത്തില്ല. പിന്നെ കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നത് ഫലം കായ്ക്കാത്ത വൃക്ഷത്തെയൊക്കെയും വെട്ടി തീയിൽ ഇട്ട് കളയും. ഫലം കായ്ക്കണമെങ്കിൽ നിങ്ങൾ എന്നിൽ വസിപ്പീൻ. ഞാൻ അതും വേറൊരു വിഷയമാണ്. എന്നിൽ വസിപ്പീൻ എന്നാൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും. അപ്പം ഫലം കായ്ച്ചില്ല എന്നുള്ളതല്ല വെട്ടി തീയിടാനുള്ള കാരണം, അവനിൽ വസിച്ചില്ല എന്നുള്ളതാണ്. അവനിൽ വസിക്കുകയാണെങ്കിൽ ഫലം കായ്ക്കും. നമ്മൾ വെറുതെ ഇങ്ങനെ കാട് കയറി പലരുടെയും ബൈബിൾ വ്യാഖ്യാനങ്ങൾ ഹൈലി ടെക്നിക്കലാണ്. അങ്ങനെ ടെക്നിക്കലായിട്ട് വചനം കാണാനോ പഠിക്കാനോ ഒന്നും അല്ല കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത്. ആത്മാവിൽ ഇത് മനസ്സിലാക്കി അനുസരിക്കാൻ വേണ്ടിയാണ്. അനുസരണം അനിവാര്യമാണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഈ പേഴ്സണൽ റിലേഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയാം. അബ്രഹാമിൻ്റെ സന്തതി എന്നുള്ളതായിരുന്നല്ലോ ഇവരുടെ ഏറ്റവും വലിയ അഭിമാനം. എന്നാൽ ദൈവം ഓരോ വ്യക്തികളെ വിളിക്കുമ്പോഴും അതിനകത്ത് വ്യക്തിപരമായ ഒരു ഇടപെടൽ, നമ്മൾ തിയോഫാനി എന്ന് പറയുന്ന ഞാൻ ആൻറ്റിയോക്കസ് എപ്പിഫാനസ് എന്ന് പറയുന്ന ആ കാര്യം, എപ്പിഫാനി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വെളിപ്പാടായിട്ട് വരുന്നതിനാണ് എപ്പിഫാനി എന്ന് പറയുന്നത്. തിയോഫാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം വെളിപ്പെടുന്നതിനെയാണ് പറയുന്നത്. അപ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരു തിയോഫാനി അല്ലെങ്കിൽ ഒരു ദൈവ വെളിപ്പാടുണ്ടായി. അത് സ്തെഫാനോസ് പറയുന്നത് എവിടെ വെച്ചേ ഉണ്ടായി? അവൾ കൽദയരുടെ പട്ടണമായ ഊരിൽ പാർത്തപ്പോൾ തന്നെ ദൈവദർശനമുണ്ടായി. പക്ഷേ ദൈവം വിളിച്ചിറക്കുന്നത് അവൻ ഹാരാനിൽ പാർക്കുമ്പോഴാണ്. ഓക്കെ, അതിനു മുമ്പ് തന്നെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കിക്കൊണ്ട് നടന്ന അബ്രഹാമിൻ്റെ കുടുംബത്തിൽ നിന്ന് സത്യദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ദൈവം ഊരിൽ വെച്ച് തന്നെ കൊടുത്തു. എന്നാൽ ഹാരാനിൽ വന്ന് താമസിച്ചപ്പോൾ ദൈവദർശനമുണ്ടായി. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പോകുന്നില്ല. അവിടെ കർത്താവ് ഞാൻ ശ്രദ്ധിച്ച കാര്യം ഇതാണ്. അവൻ യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്യുന്നതെന്നാൽ, നീ നിൻ്റെ ദേശത്തെയും ചർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. പക്ഷേ അബ്രഹാമിനോട് പറയുമ്പോഴത്തേക്ക്, അബ്രഹാമേ ഞാൻ നിൻ്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞല്ല ഇത് തുടങ്ങുന്നത്. അവൻ ദൈവമാണ്, പക്ഷേ ദൈവമാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ടല്ല ഇത് തുടങ്ങുന്നത്. എന്നാണെന്നറിയാമോ? ദൈവമാകണമെങ്കിൽ അവനൊരു ഏറ്റുപറച്ചിൽ നടത്തണം.
ദൈവം അബ്രഹാമിൻ്റെ ദൈവം അല്ലയോ? ആന്നു. പക്ഷേ അതിന് നമ്മുടെ ഭാഗത്തു നിന്നും കൂടെ ഒരു കാര്യമുണ്ട്. അവൻ ഏറ്റു പറയണം. ആ കാലയളവിൽ അല്ലെങ്കിൽ ഇന്നാണെങ്കിലും നീ എൻ്റെ ദൈവമാണ്. ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമസ്ഥൻ എന്നാണ്. കുറിയോസ് കർത്താവ്. കർത്താവ് ഉടമസ്ഥനാണ്. ഡൂലോസ് അടിമയാണ്. അടിമയുടെ വിപരീത പദമാണ് ഉടമ. ഡൂലോസിൻ്റെ വിപരീത പദമാണ് കുറിയോസ് എന്ന് പറയുന്നത്. അങ്ങനെ ഉടമസ്ഥാവകാശം ദൈവത്തിന് കൊടുക്കുമ്പോഴാണ് ദൈവം പറയുന്നത് യെസ് ഐ ആം യുവർ ഗാഡ്. അല്ലാതെയും ദൈവം അനുഗ്രഹിക്കും. ചിലരുടെ ചിന്ത എന്നാണെന്നറിയാമോ? ഈ ഫോൾസ് അഷ്വറൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറയാറുള്ള കാര്യമുള്ളൂ. ചിലപ്പം ആളുകളോട് ഞാനിപ്പം ഇങ്ങനെ സംസാരിക്കുമ്പം സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുണ്ടോ? പിന്നെ ഞാൻ ക്യാൻസർ രോഗിയായിരുന്നു, അറിയാമോ? കർത്താവ് എന്നെ വിടുവിച്ചത്. കർത്താവ് എന്നെ ക്യാൻസർ രോഗത്തിൽ നിന്ന് വിടുവിച്ചത് കൊണ്ട് ഞാനങ്ങ് സ്വർഗത്തിൽ പോകുന്ന നമ്മളെ ചിന്ത. പലർക്കും ഉണ്ട് അങ്ങനെ ചിന്ത. കർത്താവല്ലയോ ബ്രദറെ, എനിക്കെല്ലാം ചെയ്തു തന്നതിൽ കർത്താവല്ലേ? എടാ, ഇതൊക്കെ കർത്താവ് എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട്. കാര്യം എല്ലാ സൃഷ്ടികളും അവൻ നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഞ്ഞും മഴയും പെയ്യിക്കുന്നവനാണ്. അവൻ എല്ലാവരോടും ദയാലുവാണ്. അതുകൊണ്ട് കരയുന്ന ഒരുത്തൻ ക്യാൻസർ രോഗിയാണെങ്കിൽ ചിലപ്പം കർത്താവ് അവനെ സൗഖ്യമാക്കി എന്നിരിക്കും. അതിൻ്റെ അർത്ഥം അവൻ യേശുവിനെ ദൈവമാക്കിയെന്നല്ല. രോഗസൗഖ്യമൊക്കെ ഉണ്ടാകും. ദിനകരൻ്റെ ഒരു മീറ്റിംഗ് ബോംബെ നടന്നപ്പോൾ പണ്ടാവും. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഇവാഞ്ചലിസ്റ്റാണ്, ബ്രദറൻ സഭയിലെ ഒരു സുവിശേഷകനാണ്. അപ്പം കാല് വളഞ്ഞിരുന്ന ഒരു സിക്കുകാരൻ്റെ കാല് നേരെയായി. അപ്പോൾ അവനോടൊന്ന് സാക്ഷിയും പറഞ്ഞു. അപ്പോൾ ഈ സുവിശേഷകൻ ഇവൻ്റെ മുഖമൊക്കെ ഒന്ന് നോക്കി ഇരുന്നു. പിന്നൊരു ദിവസം ഇവൻ ഗുരുദ്വാരയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. ഇറങ്ങി വന്നപ്പം എൻ്റെ ഫ്രണ്ട് ഇവനെ വിളിച്ച് ചോദിച്ചു, എടാ നീ അല്ലയോ ഇന്നാൾ ഈ ക്രൂസൈഡിന് നിൻ്റെ കാല് വളഞ്ഞ കാല് നേരെയാക്കിയെന്ന് പറഞ്ഞത്? അതെ സാർ, ഞാൻ തന്നെയാണ്. എൻ്റെ കാല് വളഞ്ഞു വന്നു കണ്ടോ, ഇപ്പോൾ എനിക്ക് നടക്കാമല്ലോ. ആരാടാ സൗഖ്യമാക്കിയത്? യേശു. ഞാൻ അന്നേ പറഞ്ഞില്ലയോ യേശു ആന്ന്. പിന്നെ നീ എന്തിനാണ് ഗുരുദ്വാരയിൽ പോയത്? അതിപ്പോൾ ഞങ്ങൾ കൊച്ചിലേ തൊട്ട് ഇവിടെ അല്ലേ സാറേ പോകുന്നത്. അപ്പോൾ ദൈവം സൗഖ്യമാക്കി എന്ന് പറഞ്ഞതുകൊണ്ട് യേശു അവൻ്റെ ദൈവമായിട്ടില്ല. യേശു അവനെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞതുകൊണ്ട് യേശു അവൻ്റെ ദൈവമാക്കിയിട്ടില്ല. ദൈവമാകണമെങ്കിൽ അവൻ യേശുവിനെ കർത്താവാക്കണം, ഏറ്റുപറയണം. ഇപ്പം അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, എല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ട് അവൻ അനുസരിക്കുകയും ചെയ്തു. ഏതാ കർത്താവ് പറഞ്ഞതൊക്കെ അവന് അനുസരിച്ചു. എന്നാൽ അവിടെ നിന്ന് താഴെ വരുമ്പോഴത്തേക്ക് 7-ാമത്തെ വാക്യത്തിൽ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി, നിൻ്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. യാഗപീഠം പണിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യാഗപീഠം എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു ആടിനെ കൊണ്ട് നടക്കുന്ന കാര്യം മാത്രമല്ല. ഒരു യാഗവസ്തു യാഗമർപ്പിച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു ആടിനെ യാഗമർപ്പിച്ച് കഴിഞ്ഞാൽ, ഇന്നലെ വരെ ആട് എൻ്റെ ആയിരുന്നു, പക്ഷേ ഇന്ന് തൊട്ട് അല്ലെങ്കിൽ ഞാൻ അർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ആട് ഏത് ദൈവത്തിന് യാഗം അർപ്പിക്കുന്നു ആ ദൈവത്തിൻ്റെയാണ്. ഇവിടെ യാഗം എന്ന് പറയുമ്പോഴത്തേക്ക് ആടല്ല, ആടൊരു റെപ്രസെൻറ്റേറ്റീവാണ്. നമ്മൾ പറയുന്ന ഇതാണ്, കർത്താവെ ഞാനായി ഇവിടെ കിടക്കേണ്ടത്, എൻ്റെ ഉടമസ്ഥാവകാശം ഞാൻ നിനക്ക് തരുന്നു, ഇനി നിനക്ക് എന്തോ വേണമെങ്കിലും ചെയ്യാം. ഇതാണ് യാഗാർപ്പണം. പുതിയ നിയമത്തിലും യാഗാർപ്പണമുണ്ട്. എന്താണെന്നറിയാമോ? യേശുവിനെ കർത്താവ് എന്ന് ഏറ്റുപറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീയാണ് എൻ്റെ ഉടമസ്ഥനെന്ന് ഏറ്റുപറയുക. ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ദൈവം ഇങ്ങോട്ട് പറയുന്നത്, ഏത് ഞാൻ സാജുവിൻ്റെ ദൈവമാണെന്ന് ദൈവം പറയണമെങ്കിൽ ഞാൻ എൻ്റെ ഉടമസ്ഥാവകാശം കർത്താവിന് കൊടുക്കണം. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അതുകൊണ്ട് ഇസഹാക്കിന് പ്രത്യക്ഷനാകുന്ന സന്ദർഭം നമ്മൾ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 24-25 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി. ആർക്ക്? ഇസഹാക്കിന്. ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവമാകുന്നു, നീ ഭയപ്പെടേണ്ട. ഞാൻ നിൻ്റെ ദൈവമാണെന്ന് പറഞ്ഞോ?
പറഞ്ഞോ? ഇല്ല. കാര്യം അത് പറയണമെങ്കിൽ യാഗം അർപ്പിക്കണം, അഥവാ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യണം. അവിടെ താഴെ പറയുന്നത് നമ്മൾ വായിക്കുമ്പോൾ, അവൻ അവിടെ ഒരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. നോക്ക്, അബ്രഹാം ചെയ്തതുപോലെ തന്നെ ഇസഹാക്ക് ചെയ്തു. അപ്പം ഇസഹാക്ക് നേരിട്ട് യാഗപീഠം പണിത് ഉടമസ്ഥാവകാശം ദൈവത്തിന് കൊടുക്കണമായിരുന്നു. അബ്രഹാമിൻ്റെ സന്തതി ആയതുകൊണ്ട് ഞാൻ അങ്ങ് രക്ഷപ്പെടുമെന്ന് പറയുന്ന യഹൂദനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇസഹാക്കിൻ്റെ കാര്യത്തിൽ പോലും ഇത് നടന്നില്ല. സ്വന്തം പുത്രനായ ഇസഹാക്ക് പോലും യാഗപീഠം പണിയേണ്ടിയിരുന്നു. അബ്രഹാമിൻ്റെ പേരിൽ ഇങ്ങോട്ട് ഒഴുകി വന്നില്ല. അപ്പനും അമ്മയും രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ എല്ലാവരും രക്ഷിക്കപ്പെട്ടതാണെന്നൊക്കെയാണല്ലോ ഇപ്പോൾ പറയുന്നത്. നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കുടുംബം രക്ഷ പ്രാപിക്കണമെങ്കിൽ കുടുംബത്തിലെ എല്ലാവരും യാഗം അർപ്പിക്കണം. അല്ലാതെ അപ്പൻ യാഗം അർപ്പിച്ചത് കൊണ്ട് മാത്രം മക്കൾ മുഴുവൻ അതിനകത്ത് ആയിപ്പോകുന്നില്ല. ഇനി ഈ നമ്മൾ പറയുമല്ലേ, ഞാൻ മറ്റേ സ്റ്റോറിക്കകത്ത് പറഞ്ഞ ബ്രദറെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞ ആളുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഈ ഇസഹാക്കിൻ്റെ അത്രയും നല്ല കുഞ്ഞുങ്ങളാണോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ? യാക്കോബിൻ്റെ കാര്യം അങ്ങ് വിട്. ഈ ഇസഹാക്കിൻ്റെ അത്രയും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയും അനുസരണയുള്ള ഒരു കുഞ്ഞ് ഈ തലമുറയിൽ ഒരെണ്ണത്തിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇത്ര ശാന്തശീലനായ, ഇത്ര അനുസരണമുള്ള. മോളിയാമലയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പൻ പറയുക, മോനെ ഞാൻ നിന്നെയാളാ യാഗം ഉറപ്പിക്കുന്നത്. ആണോ? എന്നാൽ ഞാൻ കിടന്നേക്കാം. ഇവിടല്ലേ അപ്പ കിടക്കണ്ടേ? കിട്ടുമോ ഇക്കാലത്ത് വല്ലതും പിള്ളേരെ? വല്യപ്പന് വേറെ ഒരു പണിയുമില്ല, പ്രായമായപ്പം ഭ്രാന്ത് പിടിച്ചു വന്നിരിക്കുക എന്ന് പറഞ്ഞ് വല്യപ്പനെ പിടിച്ചു വേണമെങ്കിൽ അവിടുത്തെ കിടന്നു ഇല്ലേ? അപ്പൻ ഓരോ വെളിവുകേട് അന്നേ പറഞ്ഞതാ, ഇങ്ങനെയുള്ള ഇത്രയും എന്തോ ചെയ്യാനാ, പ്രായമായില്ലേ, വെളിവുകേടാ. അങ്ങനൊന്നും ഇസ്ഹാക്ക് പറഞ്ഞില്ല. അവൻ യാഗപീഠത്തിൽ കയറി കിടന്നു. ഇത്രയും നല്ല കുഞ്ഞായിട്ട് പോലും ഇസഹാക്കിനോട് ദൈവം പ്രത്യക്ഷനാകുമ്പോൾ ഞാൻ നിന്റെ ദൈവമാണെന്ന് പറഞ്ഞില്ല. പക്ഷെ അവൻ യാഗമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ യാക്കോബിന് പ്രത്യക്ഷനാകുമ്പോൾ 28-ാം അധ്യായത്തിൽ യാക്കോബിന് പ്രത്യക്ഷനാകുമ്പോൾ അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവുമായ യഹോവ ആകുന്നു. അപ്പോഴും പറഞ്ഞില്ല യാക്കോബെ ഞാൻ നിൻ്റെ ദൈവമാണെന്ന് പറഞ്ഞില്ല. എന്താണെന്നറിയാമോ? യാഗം അർപ്പിക്കണം. ഇതിനകത്തെ ഏറ്റവും വലിയ പ്രശ്നം, യാക്കോബ് യാഗം അർപ്പിച്ചില്ല. യാക്കോബ് പറഞ്ഞു, ഞാൻ യാഗം അർപ്പിച്ച് കഴിഞ്ഞാൽ എൻ്റെ വല്യപ്പൻ യാഗം അർപ്പിച്ച പിന്നെ നീ ഉള്ള പണിയെല്ലാം എന്നെ കൊണ്ട് ചെയ്യിക്കും. എൻ്റെ വല്യപ്പനൊന്ന് യാഗം അർപ്പിച്ചതാ, കുറച്ച് കഴിഞ്ഞപ്പോൾ നീ പറഞ്ഞു നിൻ്റെ മോനെ ഇങ്ങ് തരാൻ. അപ്പോൾ ഞാനെങ്ങാനും യാഗം അർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കുള്ളതൊക്കെ നീ ചോദിക്കുമല്ലോ. എൻ്റെ അമ്മാച്ചൻ്റെ 2 പിള്ളേരുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, നല്ല സുന്ദരി പിള്ളേരാണ്. ഇനി അതിനെ വല്ലതും നീ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനെന്ത് കൊടുക്കും? അവൻ ഉടമസ്ഥാവകാശം ദൈവത്തിന് കൊടുക്കാൻ അപ്പോൾ തയ്യാറായില്ല. സമയമില്ലല്ലോ. പെനിയേൽ എക്സ്പീരിയൻസ് കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ പെനിയേലിലെ കാര്യം. അവൻ യാഗം അർപ്പിച്ചു. യാഗപീഠം പണിയുന്നത് നമ്മൾ കാണുന്നത് പെനിയേലിലെ 33-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 33-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ യാക്കോബ് ഒരു യാഗപീഠം പണിതു. അതിന് ഏൽ എലോഹെ ഇസ്രായേൽ എന്ന് പേരിട്ടു. പിന്നീട് ഇസ്രായേൽ മക്കളോട് സംസാരിക്കുമ്പോഴെല്ലാം കർത്താവ് പറയുന്ന വാക്കെന്നറിയാമോ? ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു. ഞാൻ പറഞ്ഞതാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പാരമ്പര്യത്തിൽ ഒരിക്കലും ആശ്രയം ഉണ്ടാകരുത്. നമുക്കും ഉണ്ടാകരുത്. ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ എൻകൗണ്ടർ ഉണ്ടാകണം എന്ന് തന്നെയല്ല, ആ എൻകൗണ്ടറിൻ്റെ റെസ്പോൺസായിട്ട്
അവരെ ഉടമസ്ഥാവകാശം ദൈവത്തിന് വിട്ടുകൊടുക്കണം. അത് കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, അതിനു മുമ്പ് കുഞ്ഞുങ്ങൾ മോശം, ഞാൻ പറഞ്ഞല്ലോ ഇസഹാക്ക് എന്തോരം നല്ല കൊച്ചായിരുന്നു. നമ്മുടെ കൂട്ടത്തിന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എത്രയോ നല്ല കുഞ്ഞുങ്ങളുണ്ട്. ഞാനവിടെ ഒന്നും കുറ്റം പറയുന്നൊന്നുമില്ല. പക്ഷെ നല്ല കുഞ്ഞുങ്ങളായാൽ മാത്രം പോരാ, വീണ്ടും ജനനാനുഭവം ഉണ്ടാകണം, ദൈവവുമായിട്ട് എൻകൗണ്ടർ ഉണ്ടാകണം, ദൈവത്തിന് യാഗാർപ്പണം നടത്തണം. പാരമ്പര്യം ആരെയും രക്ഷിക്കില്ല, അത് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, പാരമ്പര്യവും രക്ഷിക്കില്ല, ഒരു ആചാരങ്ങളും രക്ഷിക്കില്ല, പ്രാർത്ഥനയും രക്ഷിക്കില്ല. നമ്മൾ യേശുവിനെ കർത്താവാക്കാതെ ഒരാളും രക്ഷിക്കപ്പെടില്ല. ആ കർത്താവാക്കുന്നതാണ് യാഗം അർപ്പിക്കുക എന്ന് പറയുന്നത്. കാര്യം കർത്താവെന്ന് വെറുതെ വാഗോണ്ട് ഏറ്റു പറയാന്ന്, കൺഫസ് ഹെം, അതാ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. ഏറ്റു പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫസ് ചെയ്യുകയാണ്. കൺഫസ് ചെയ്യുന്നത് ഒരു വ്യക്തിയെയാണ് കൺഫസ് ചെയ്യുന്നത്, ഒരു വ്യക്തിയെ. അതാണ് വാസ്തവത്തിൽ കർത്തൃത്വം എന്ന് പറയുന്നത്. ഹീ ഈസ് മൈ ഓണർ, ഐ ബിലോങ് ടു ഹിം. അതാണ് കർത്തൃത്വം അംഗീകരിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവവുമായിട്ടുള്ള എൻകൗണ്ടർ ഉണ്ടാകാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അവർ കർത്താവും ഒരുമിച്ചുള്ള ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ ഒരു യാഗാർപ്പണം അനിവാര്യമാണ്. ആടിനെ യാഗം അർപ്പിച്ചാൽ പോരാ, അവരവരെ തന്നെ ഉടമസ്ഥാവകാശം ദൈവത്തിന് വിട്ടുകൊടുക്കുന്ന ഒരവസ്ഥ. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു ഫോൾസ് അഷ്വറൻസ് കൊടുക്കരുത്. നമ്മൾ കുഴപ്പമില്ല മക്കളെ എന്ന് പറഞ്ഞ് മാത്രം, ഞാൻ പറഞ്ഞാൽ അവർ നല്ല കുഞ്ഞുങ്ങളാണ്. അവരെ നമ്മൾ കണ്ടം ചെയ്യാനല്ല, അവരെ ന്യായം വിധിക്കാനല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവരെ ഈ ആത്മീക അനുഭവത്തിലേക്ക് നമ്മൾ നയിക്കണം. ചുമ്മാ ഈ പിള്ളേരെ ചുമ്മാ കുറ്റം പറയാൻ എല്ലാവർക്കും പറ്റും. ഇപ്പോഴത്തെ തലമുറ എന്നൊക്കെ പറഞ്ഞ് വെറുതെ പറയാം. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്നേ. നമ്മുടെ തലമുറയിലൊക്കെ ഉണ്ടായിരുന്ന പ്രലോഭനങ്ങളുടെ 100 ഇരട്ടി പ്രലോഭനങ്ങളായി കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നത്. അത്രയും സ്ട്രഗിൾസായി കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നത്. നമ്മുടെ ഞാൻ ചിലപ്പം പറയാനുള്ള കാര്യമുണ്ട്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയം വെച്ചു, ഏതെങ്കിലും ഒരുത്തൻ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും അവനെ ഒറ്റപ്പെടുത്തും. ഒരുത്തൻ കള്ളു കുടിച്ചാൽ തീർന്നു. പിന്നെ അവനെ എല്ലാവരും നോക്കുന്നത് മഹാപാപി എന്നുള്ള നിലയില്ല. ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ പുറകെ കാണാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ, പിന്നെ അവനോട് മിണ്ടത്ത് പോലുമില്ല. അവരോടാ. പക്ഷേ ഇന്ന് നേരെ തിരിച്ചാ. ഇന്ന് ഇതൊന്നുമില്ലാത്ത പിള്ളേരാണ് ഓട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അനുഭവിക്കുന്ന പ്രഷർ, നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന പ്രഷർ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഈ തലമുറയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ പ്രിയ മക്കളുമായി വളരണമെങ്കിൽ അവർക്ക് യേശുവുമായിട്ടുള്ളൊരു എൻകൗണ്ടർ ഉണ്ടായിരിക്കണം. നിരന്തരമായിട്ട്, ഒരിക്കൽ മാത്രം ഉണ്ടായാൽ പോരാ, എപ്പോഴും യേശുവുമായിട്ടുള്ള എൻകൗണ്ടറിൽ അവർ ജീവിക്കാൻ അവർക്ക് കഴിയണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതിലേക്ക് അവരെ നയിക്കണം. അവരെ ന്യായം വിധിക്കാനല്ല, അവരെ നയിക്കണം. അവരെ കൈപിടിച്ച് കൊണ്ടുപോകണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുന്നു.